Can we start? തുടങ്ങല്ലേ? Yes, Bismillah. Bismillahirrahmanirrahim. Alhamdulillah rabbil alamin. Wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. Sound clarity? ഉണ്ട് ക്ലാരിറ്റി ഉണ്ട്. നല്ല ക്ലാരിറ്റി ഉണ്ട്. ഈ മൈക്ക് എനിക്കപ്പോ അതുപോലെ മൈക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. മൈക്ക് റിസീവർ കൊടുക്കാം. ലാപ്ടോപ്പിന് റിസീവർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കി. ഇതാണ് മൈക്ക്. ദളിയൻ കൊടുത്തയച്ചാണ് മറ്റേ മൈക്ക്. യൂട്യൂബേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ശരി. അപ്പൊ നിങ്ങൾക്ക് പുതിയ മൈക്ക് ഉണ്ട് അല്ലേ? അത് നിങ്ങൾ പറഞ്ഞല്ലോ എനിക്കൊരു മൈക്ക് വേണം. അപ്പൊ ഞാൻ അളിയനോട് അപ്പൊ ആ മൈക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ളൊരു ആഗ്രഹം ജനിച്ചതും ചെയ്തു തുടങ്ങിയത്. അത് എങ്ങനെയാണ് ലാപ്പായിട്ട് കണക്ട് ചെയ്യാന്ന് പിടുത്തില്ല. അത് ലാപ്പിന് അത് കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട് ഉണ്ടോ നോക്കി. സി ടൈപ്പ്. ഇല്ല, സി ടൈപ്പ് കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ട് ഇല്ല. ഇല്ല അല്ലേ? ഇല്ല. എന്നാ പിന്നെ മൈക്ക് വേണ്ട. ഓക്കെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഞാനേ ഈ സ്ക്രീനിൽ വരക്കുന്നത് കാണാനുണ്ടോ? ഏതാ സ്ക്രീനിൽ വരക്കുന്നത് കാണാനുണ്ടോ? ഇല്ല. ഒന്ന് വരച്ചു നോക്കിയേ. അപ്പൊ വരക്കുന്നുണ്ട്, കാണുന്നില്ലല്ലോ? ഇല്ല. ഓക്കെ, ഞാന് ഓക്കെ, അത് സ്ക്രീൻ റെക്കോർഡറിന്റെ ആണ്. whiteboards, existing whiteboards. പുതിയൊരു വൈറ്റ് ബോർഡ് ഓപ്പൺ ആക്കണേ. വൈറ്റ് ബോർഡ് ഓക്കെ കാണുന്നു. വൈറ്റ് ബോർഡ് കാണുന്നുണ്ടാ? യെസ്. ഓക്കെ. നമ്മള് ഇതിന് മുന്നേ മുന്നത്തെ സെഷൻസ് ഉണ്ടല്ലോ. മുന്നത്തെ സെഷൻസില് നമ്മള് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ നോക്കി. ഡെയിലി വീഡിയോ ഇടുന്ന ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ നോക്കി. അതായത് ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കാൻ നോക്കി ആദ്യം, അല്ലേ? അതെ. ഡെയിലി അതിന്റെ ഒരു ഔട്ട്പുട്ട് റിസൾട്ട് ഇന്നലെ ഉണ്ടായി. അതായത് എനിക്ക് കുറെ വീഡിയോ ചെയ്തതിൽ ഒന്ന് നന്നായി തോന്നി. അത് ഞാൻ സ്റ്റാറ്റസ് വെച്ചു. അതെ. ഒരുപാട് പേർക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്തു. പലരും നല്ല റിവ്യൂസ് തന്നില്ലേ? അപ്പൊ അത് നമ്മുടെ ഈ സെഷന്റെ റിസൾട്ട് ആണ്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അതന്നെ. ഇപ്പോ നമുക്കൊരു വൈഡർ, ഒരു വലിയ ഓഡിയൻസിനെ ഇത് ഞാൻ വരക്കുന്നത് കാണണ്ട. ഇതൊരു വലിയ ഓഡിയൻസ് ആണ്. ഓക്കെ, ഈ വലിയ ഓഡിയൻസിനെയാണ് നമ്മള് ടാർഗറ്റ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ ഈ വലിയ ഓഡിയൻസിന്റെ ഏറ്റവും ചെറിയ രൂപമുണ്ട്. അതെന്താ വെച്ചാല് നിങ്ങളുടെ കോണ്ടാക്ട്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ എളാപ്പ മൂത്താപ്പ മക്കളില്ലേ, അവരൊക്കെ നിങ്ങൾ കോണ്ടാക്ടിനുള്ളിൽ ഉണ്ടാവും. സ്റ്റാറ്റസ് വെച്ചാൽ കാണുന്നവരാവും. ഇവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് ആള് കൊടുക്കുക. ഇവർക്ക് കുറച്ച് അഡ്വൈസ് കൊടുക്കാണ്ടാവും. നമ്മളിപ്പോ തന്നെ വിചാരിക്കും നമ്മളൊക്കെ നിങ്ങൾക്ക് ഏബിൾ ആണോ, അഡ്വൈസ് കൊടുക്കാൻ മാത്രം നമ്മൾ വളർന്നോ, അതിനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമുക്ക് ഉണ്ടോ? അങ്ങനെ തോന്നും നമുക്ക്. ഇപ്പൊ നിങ്ങൾക്കും തോന്നുന്നുണ്ടാവില്ലേ? ഇവിടെ അഡ്രസ് ചെയ്യാൻ ഇവരോട് സംസാരിക്കാൻ എന്നെ കൊണ്ട് ആവൂല, ചിലപ്പോ ഞാൻ അതിന് മാത്രം വളർന്നിട്ടില്ല എന്നിങ്ങനെ തോന്നും. പക്ഷെ നമ്മളെ ഫാമിലിയോട് സംസാരിക്കാൻ നമ്മൾ വളർന്നിട്ടുണ്ട്. ഇത് കണ്ടോ? നമ്മളെ ഫാമിലിനോട് നമുക്ക് സുഖമായിട്ട് സംസാരിക്കാമല്ലോ. നമ്മളെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കാരോട് നമുക്ക് സുഖമായിട്ട് സംസാരിക്കാം. അപ്പൊ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് അവരോട് സംസാരിക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോ ഈ അവരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടൂല സംസാരിക്കാൻ 1-to-1. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ഉണ്ടാക്കുന്നു. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് സ്റ്റാറ്റസ് ഇടുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാ? നമ്മളെ ഫാമിലി ഗ്രൂപ്പാണ്. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാ? ഏറ്റവും ആക്റ്റീവായിട്ട് സംസാരിക്കാൻ പറ്റിയ ഗ്രൂപ്പ് ഏതാ?
ഏറ്റവും ആക്റ്റീവായി സംസാരിക്കാൻ പറ്റിയ ഗ്രൂപ്പ് നമ്മളെ ഫ്രണ്ട്സ് ഗ്രൂപ്പും ഇല്ല. ശരിക്കും നമ്മുടെ ഈ ട്രെയിനേഴ്സിന്റെ പിന്നെ എന്റെ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പ്, അതായത് എന്റെ ട്യൂഷൻ ക്ലാസ്സിലെ ഗ്രൂപ്പ്, ട്യൂഷൻ ക്ലാസ്സിന്റെ ഗ്രൂപ്പ് അതിൽ കുറച്ച് പാരന്റ്സും സ്റ്റുഡൻസും ഉണ്ട്. അവരോട് എനിക്ക് ആധികാരികമായിട്ടും ഞാൻ പറയുന്ന അവർ ഉൾക്കൊള്ളാൻ തയ്യാറുമാണ്. കാരണം ഞാൻ അവരുടെ അധ്യാപകനല്ലോ. ഓക്കെ, അങ്ങനെ അപ്പൊ എന്ത് ചെയ്യണം? അതാണ് ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ അവർക്കുള്ള അഡ്വൈസ് ഇട്ടുകൊണ്ടിരിക്കുക. അവർക്ക് പഠിപ്പിക്കുന്ന അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ഓരോരോ ചെറിയ ചെറിയ ടിപ്സുകൾ ഉണ്ടാവില്ലേ? ഫോർ എക്സാമ്പിൾ ഹാബിറ്റിനെ പറ്റിട്ട് തന്നെ പറഞ്ഞിടുക. അപ്പൊ എന്ത്, അവരുടെ ലൈഫ് ബെറ്റർ ആക്കി നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അഡ്വൈസുകൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോ ആ ഗ്രൂപ്പാണ് നമ്മളെ ഏറ്റവും ആദ്യത്തെ ഓഡിയൻസ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട്സ്. ഫസ്റ്റ് ഈ ഗ്രൂപ്പ് തുടങ്ങാം. ഈ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ വേർഷനാണ് ഈ ഒരു വലിയ ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കംഫർട്ടബിൾ ആയിട്ട് ഇടാം, ഇവിടെ ഇട്ട് ശീലാക്കണം. അപ്പൊ നമുക്ക് ഓരോരോ ഫീഡ്ബാക്ക് അവിടുന്ന് കിട്ടും, പാരന്റ്സിന്റെ അടുത്തുനിന്നും സ്റ്റുഡൻസിന്റെ അടുത്തുനിന്നും ഫീഡ്ബാക്ക് കിട്ടും. ആ ഫീഡ്ബാക്ക് ആണ് നമുക്ക് പിന്നെയും എനർജി പകരുക. അപ്പോ ഇതിലിട്ടോണ്ടിരിക്കണം, പിന്നെ നമ്മളെ കോണ്ടാക്റ്റിൽ ഇട്ടോണ്ടിരിക്കണം. അതാണ് ഏറ്റവും കംഫർട്ടബിൾ. അപ്പൊ നമ്മളെ ഹാബിറ്റ് കുറച്ചും കൂടി ഈസി ആവും. ഹാബിറ്റ് കുറച്ചും കൂടി ഈസി ആവും. ഇനി ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യാൻ നോക്കട്ടെ കേട്ടോ. മൊബൈലില് സ്ക്രോളിങ് ഓക്കെ. ഇപ്പൊ സ്ക്രോൾ ആയില്ലേ? സ്ക്രോളായി. ഇനി വീണ്ടും ഓക്കെ, ഇതെടുത്തു. രണ്ട് മൈൻഡ് സെറ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ രണ്ട് ഗ്രാഫ് കിട്ടിയില്ലേ? രണ്ട് മൈൻഡ് സെറ്റ് അല്ല, 3 മൈൻഡ് സെറ്റ് ഉണ്ട്. ഇതൊരു മൈൻഡ് സെറ്റ്, ഇതൊരു മൈൻഡ് സെറ്റ്, ഇതൊരു മൈൻഡ് സെറ്റ്. ഇത് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്, ഇത് ലീനിയർ മൈൻഡ് സെറ്റ്, ഇത് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഓക്കെ, ഇത് കട്ടായിട്ടെ. അപ്പൊ ഈ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് എന്താ? അതായത് നമ്മള് ഇവിടുന്ന് പഠിക്കാൻ തുടങ്ങിട്ടോ, ഈ പോയിന്റിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി, ഈ പോയിന്റിൽ നിന്ന് ഇവിടുന്ന് പഠിക്കാൻ തുടങ്ങി, പഠിച്ച് ഇവിടെ എത്തിയപ്പോ നമ്മൾ എന്താണ്, ഇവിടെ എന്ന് പറയുന്നത് നമ്മളെ ബിടെക്കിന്റെ അവസാനം, മനസ്സിലായോ? അല്ലെങ്കിൽ എംടെക്കിന്റെ അവസാനം. ഇവിടെ എത്തിയാൽ എന്ത് പറയും ഈ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ? ഓക്കെ, ഈ മൈൻഡ് സെറ്റിലുള്ള ആൾക്കാര് ഇവിടെ എത്തി എന്ത് പറയും? എനിക്ക് ഞാൻ ഇത്രയും കാലം പഠിച്ചില്ലേ, ഇത്രയും കാലം ഞാൻ പഠിച്ചല്ലോ, ഇനി ഞാൻ പഠിക്കുന്നില്ല, ഇനി പഠിച്ചത് വെച്ചിട്ട് ഇത്രയും കാലം കഷ്ടപ്പെട്ട് വെച്ചിട്ട് ഞാൻ ജോലി ചെയ്ത് ജീവിക്കും. കൂടുതലൊന്നും പഠിക്കാനില്ല, ഇനി ഹാർഡ് വർക്ക് ഒരുപാട് ചെയ്തു. അപ്പൊ ഇവര് ഏകദേശം പഠനം നിർത്തും, എന്നിട്ട് ഒരു ഡേ ടൈം ജോബിക്ക് പോകും, എന്നിട്ട് അത് വെച്ചിട്ട് ബില്ല് പേ ചെയ്ത് ജീവിക്കും. നമുക്ക് വരുന്ന ബില്ലുകളൊക്കെ പേ ചെയ്ത് ജീവിക്കും. ഈ ഒരു കൂട്ടരുണ്ട്. ഈ കൂട്ടർ എന്താ വിചാരിക്കുക വെച്ചാല് ലീനിയർ മൈൻഡ് സെറ്റ് ആണ്. ലീനിയർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാല് ഇവിടെ തുടങ്ങും പഠനം, പിന്നെ ഇങ്ങനെ പോയി ഇവിടെയാണ് നമ്മളെ എൻഡ്, അത് പഠനത്തിന്റെ ഒഫീഷ്യൽ പഠനത്തിന്റെ എൻഡ്. എന്നാലും അവര് പഠിക്കും, പക്ഷെ അവര് വിചാരിക്കുന്നത് ഇത്ര പഠിച്ചാല് പഠിച്ചതിന് ആനുപാതികമായിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. ഇത്ര പഠിച്ചാല് ഇത്ര റിസൾട്ട് കിട്ടും, അങ്ങനെ ലീനിയർ ആയിട്ട് പോകും. അപ്പൊ ഇത്ര റിസൾട്ട്, വലിയ റിസൾട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പഠിക്കണം. അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാല് ഇത് രണ്ടുമല്ല, ഏകദേശം ലീനിയർ മൈൻഡ് സെറ്റ് ആണ് ഫിക്സ്ഡിനേക്കാൾ നല്ലത്. ഓക്കെ, ലീനിയർ മൈൻഡ് സെറ്റ് ആണ് ഫിക്സ്ഡ് മൈൻഡ് സെറ്റിനേക്കാളും നല്ലത്. ഇനി ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാര് എന്ത് വിചാരിക്കും? ശരിക്കും ഇവിടെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഒരു
പഠനമൊക്കെ കഴിഞ്ഞ് ബിടെക് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ചിന്തിക്കും ഞാൻ ഈ ലൈഫിൽ എന്താ ചെയ്യേണ്ടതെന്ന്. ആ പോയിന്റിൽ പഠനം സ്റ്റാർട്ട് ചെയ്യും. അവിടെ പഠനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൈഫ് ലോങ് ലേണർ ആയിരിക്കും അവര്. കാരണം പഠിക്കുമ്പോഴാണ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. ഇപ്പൊ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടി. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ആദ്യം അതിനെപ്പറ്റി പഠിച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അത് ആ പഠനം പിന്നെ നിൽക്കുന്നില്ല. ഇവിടെ പഠനം ഈ ഫിക്സ്ഡില് പഠനം നിന്നു. ഫിക്സ്ഡില് പിന്നെ ജോലി ചെയ്യാണ്, പിന്നെ പഠിക്കണേ ഇല്ല. ഇത്ര മതി എന്നാണ് അവര് പറയുന്നത്. കാരണം ഇത്രയും ജോലി ചെയ്തിട്ട് ഒരു 50,000 രൂപ സാലറി കിട്ടി ഇങ്ങനെ പോന്നാല് ലൈഫ് ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ സേഫ് സോണിലായി നമ്മള്. ഇവിടെ സേഫ് ആണ്. ഇവിടെ നിന്ന് ഗ്രോത്തിൽ പറഞ്ഞാൽ നമ്മള് സേഫിലല്ല എൻഡ് ചെയ്യുന്നത്, നമ്മള് പ്രോബ്ലത്തിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പൊ ആ സർവൈവൽ നമ്മൾ പഠിച്ചു തുടങ്ങും. പഠിച്ചു തുടങ്ങുമ്പോൾ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പൊ ആ റിസൾട്ട് കിട്ടുമ്പോ പഠിച്ചിട്ടാണല്ലോ റിസൾട്ട് കിട്ടിയത് എന്നാലോചിച്ചിട്ട് പിന്നെ ലൈഫ് ലോങ് ലേണർ തന്നെ, പിന്നെ പഠിച്ചുകൊണ്ടിരിക്കണം. പഠിച്ച് അത് ഭയങ്കരമായിട്ട് നമ്മളെ നോളജ് വലുതായിക്കൊണ്ടേയിരിക്കും, കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളെ ഏർണിംഗ് പൊട്ടൻഷ്യലും നമ്മളെ പ്രൊഡ്യൂസിങ് കപ്പാസിറ്റിയും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവൊക്കെ കൂടിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനത്തെ ആൾക്കാരാണ് റീഡിങ് ഹാബിറ്റുള്ള ആൾക്കാർ. ഇങ്ങനത്തെ ആൾക്കാരാണ് വെബിനാർസ് അറ്റൻഡ് ചെയ്ത് നല്ല നല്ല ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര്. ഇങ്ങനത്തെ ആൾക്കാരാണ് റിസ്ക് എടുക്കുക. ഇവര് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് സേഫിലായിരിക്കും. അപ്പൊ നമ്മൾ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആണോ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണോ നമ്മൾ ആദ്യം കണക്ക് മനസ്സിലാക്കണം. അപ്പോ നമ്മളെ വിചാരം എന്താണെന്നുണ്ടെങ്കിൽ നമ്മള് ഏതോ അർത്ഥത്തില് നമ്മൾ ഫിക്സ്ഡ് ആവാൻ ശ്രമിക്കുന്നില്ല. അതായത് ഈ ഗ്രോത്തിലേക്ക് എത്തിപ്പെട്ടിട്ട് എനിക്കൊന്ന് ഫിക്സ്ഡ് ആവണമെന്ന് ചിന്തിക്കുന്നില്ലേ? അതായത് ഒരു ഘട്ടത്തിൽ എനിക്ക് ഫിക്സ്ഡ് ആവണം. അതായത് എനിക്ക് ഇതൊക്കെ ഒന്ന് ഒരു ഏതോ ഒരു അറ്റംപ്റ്റിലേക്ക് നമ്മൾ പോവാണ്. നമ്മള് സ്വർഗം നേടണം. അവസാന അറ്റംപ്റ്റ് സ്വർഗം നേടുക അല്ലെ? സ്വർഗത്തിലേക്ക് നമ്മൾ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ നീങ്ങുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഫിക്സ്ഡിലേക്ക് എത്താനുള്ളൊരു എവിടെയോ നമ്മൾ ഫിക്സ് ആവണം. പക്ഷെ അവിടെ ഫിക്സ് ആവാതെ വീണ്ടും അവിടെ പറക്കണം നമ്മള്. അതെ, അതെന്താന്ന് വെച്ചാല് അത് നമുക്ക് വേണ്ടത് സമാധാനാണ്. അതെ 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 പീസ് ആണ് നമുക്ക് വേണ്ടത്. അതെ. ഓക്കെ, അപ്പൊ പീസ് ഇവിടെ ഓൾറെഡി നമ്മള് പീസിലാണ്. ഫിക്സ്ഡില് ഒരു സേഫ് സോണിലാണ് നമ്മള്. പീസ് ഉണ്ടാവില്ല, പീസ് വേണം നമുക്ക്. അപ്പോ ഒരു സമാധാനത്തോട് കൂടിയിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. അപ്പൊ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റിലായാലും സമാധാനത്തോട് കൂടിയിട്ട് ആ ലൈഫ് സ്റ്റൈൽ, ഇപ്പൊ അറ്റോമിക് ഹാബിറ്റ്സ് നമ്മൾ വായിച്ചില്ലേ, സിസ്റ്റം ആണ് പ്രധാനം, ഗോളല്ല. ഗോൾ ആവുമ്പോ ഗോൾ അച്ചീവ് ചെയ്താല് നമ്മള് പരിപാടി ജസ്റ്റ് സെക്കൻഡ് എന്താ എന്ത് അടിയില് അവിടെ തുറന്നിട്ടില്ല? വേറെ ഇവിടെ ഇല്ലേ? ഇവിടെ മുസല്ലല്ലേ? വേറെ ഒന്നും ധരിക്കാനില്ല? മഫ്തല്ലേ? പറഞ്ഞ മഫ്തല്ലേ മദ്രസിലെ? നമ്മ വിളിച്ചിട്ട് വിസ്തരിച്ചാൽ മതി. സ്കൂളിൽ പഠിച്ചാൽ ഓക്കെ. അപ്പൊ നമ്മുടെ ലക്ഷ്യം, ഇപ്പൊ നിങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി സ്പീക്കർ ആണ് അല്ലേ? ഓൾറെഡി സ്പീക്കർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്പീക്കർ എന്നുള്ള ഐഡന്റിറ്റിയിൽ തന്നെ വളരാൻ പറ്റും. അതാണ് ഏറ്റവും സുഖം. കാരണം ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. സ്പീക്കർ ആണ്, കറക്റ്റ്. അപ്പൊ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഞാൻ പഠിക്കണമൊന്നുമില്ല, മനസ്സിലായ? നമ്മൾ കരിയറിലേക്ക് ഇനിയൊന്നും പഠിക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിക്സ് മൈൻഡ് സെറ്റ് ആണ്. നിങ്ങൾ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ലൈഫിനെ പറ്റി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്. അപ്പോ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, നിങ്ങൾക്ക് വീണ്ടും നിങ്ങളെ സ്റ്റൈല്, ഇപ്പോഴത്തെ വേ ഓഫ് സ്പീക്കിംഗ് ഇല്ലേ, ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്ന രീതി ഇല്ലേ, ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടാവും. ഇപ്പൊ ഒരു 10ല് അതിന് നിങ്ങളൊരു
ഈ 5 മാർക്ക് കൊടുത്തു. സോറി, നേരെ തിരിച്ചല്ലേ. 10ൽ 5 മാർക്ക് കൊടുത്തു അതിന്. നിങ്ങളുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷനും ആൾക്കാർ ശ്രദ്ധിക്കുന്നതും കാര്യങ്ങളൊക്കെ. അതേപോലെ നിങ്ങളെ സ്പീച്ച് സ്ട്രക്ചർ ചെയ്യുന്നതും, ഒരു ട്രെയിനിങ് സെഷൻ ആണെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് സെഷൻ സ്ട്രക്ചർ ചെയ്യുന്നതൊക്കെ 10ൽ 5 കൊടുത്തു. നിങ്ങൾക്കിത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഇത് 10ലേക്കുള്ള യാത്രയിലാവാൻ പറ്റും നിങ്ങൾക്ക്. അവിടെയാണ് നമ്മളെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആവുന്നത്. ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് ഓക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് ചിന്തിക്കുമ്പോൾ അവിടെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് അല്ല, ഫിക്സ്ഡ് ആണ്, അവിടെ ലേണിംഗ് ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യാനുള്ള ആ മനോഭാവം വേണം. നമ്മളെ സ്പീച്ച് ഉണ്ടല്ലോ, അപ്പോ ഒരു ലെവലിൽ സ്പീച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്പീച്ച് എന്ന് പറഞ്ഞാല് ആൾക്കാരെ സംബന്ധിച്ച് സംസാരിക്കല്ലേ. ഇത് റിയൽ ലൈഫ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, അല്ലെങ്കിൽ യൂട്യൂബ് ഏതായാലും. പക്ഷെ നമുക്ക് വേറെ കുറെ ടൈം ഉണ്ടാവും, നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാത്ത ടൈം. ആ ടൈമിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പല രീതിയിൽ നിങ്ങളുടെ ഈ സ്പീച്ച് ഇംപ്രൂവ് ചെയ്യാനുള്ള പ്രാക്ടീസ് സെഷനുകൾ ചെയ്തുകൊണ്ടിരിക്കാം. പ്രാക്ടീസ് പഠനം നടത്താം. അതിലെ ഒന്ന് ഓൾറെഡി ചെയ്യുന്നുണ്ട്. റീഡിംഗ് ഇല്ലേ, റീഡിംഗ് ഓൾറെഡി ചെയ്യുന്നുണ്ട്. അതൊരു പഠനമാണ്. പിന്നെ നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, പ്രോബ്ലം സോൾവിങ്, നിങ്ങളുടെ ഓരോരോ പ്രോബ്ലംസും സോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്യണം. ലിസ്റ്റ് ചെയ്തിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്താലാണ് ആൾക്കാരെ പ്രോബ്ലംസ് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മളെ പ്രോബ്ലംസ് ഇവിടെ സോൾവ് ചെയ്താൽ ആ സൊല്യൂഷൻ തന്നെ മതിയാവും ബാക്കിയുള്ള ആൾക്കാർക്കും. എനിക്ക് മനസ്സിന് സമാധാനം ഉണ്ട്. അപ്പൊ ഞാൻ എങ്ങനെ സമാധാനം കൈവരിച്ചു എന്നുള്ളത് ഈ വലിയ ഓഡിയൻസിന് ആവശ്യമുണ്ട് അറിയല്. ഞാൻ ഓവർ തിങ്കിങ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് ആ പ്രശ്നമില്ല. എന്റെ ഉറക്കത്തിനൊക്കെ ബാധിച്ചിരുന്നു. അപ്പോ അങ്ങനെ അത് ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് ആ അഡ്വൈസുകൾ കൊടുക്കാം. അതും പ്രൊഡ്യൂസിങ് ആണ്. ഇത് ഒന്ന് റീഡിങ്ങും അങ്ങനത്തെ പഠനവും കാര്യങ്ങളും ഒരു വശത്ത്, നമ്മളെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക അത് വേറെ വശത്ത്. ഈ വായിക്കുന്ന ശീലം തന്നെ ചിലപ്പോൾ നമ്മളെ പ്രോബ്ലംസ് സോൾവ് ചെയ്യും കുറെ. പുതിയ അറിവുകള്. ഇനി നമുക്ക് സ്പീച്ച്, നമ്മളെ ലാംഗ്വേജ് ഡെലിവറി. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പീക്കർ ആരാണ്? നല്ല മനസ്സില് ഒരു എന്താ പറയാ, ഒരു ബഹുമാനമുള്ള സ്പീക്കർ ആരാണ്? ചോദ്യമാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പബ്ലിക് സ്പീക്കറോ, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള യൂട്യൂബറോ, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും അടിപൊളിയായിട്ട് സംസാരിക്കുന്ന ആളാരാണ് മനസ്സില്? എന്നെ സംബന്ധിച്ചോളം ഷുഹൈബ് സിറ്റി എന്ന് പറയുന്ന സോൾഡാറ്റിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആണ് ഷുഹൈബ് സിറ്റി. അദ്ദേഹം സ്പീച്ച് ഒക്കെ വളരെ കുറവാണ്, പക്ഷെ ഭയങ്കര കാമ്പുള്ള എന്താ കാര്യങ്ങളെ പറയുള്ളൂ. അതായത് നിങ്ങളുടെ റോൾ മോഡൽ ആണ്, മനസ്സിലായ? അയാളെ പോലെ ആയിരുന്നെങ്കിൽ നന്നായേനെ എന്ന് തോന്നുന്നത് അങ്ങനെ ആരാള്? എനിക്ക് ഇയാളെ പോലെ സംസാരിക്കണം, ഇയാൾ അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അങ്ങനത്തെ ഒരാളെ പോലെ. ഈ ട്രെയിനിങ് ലെവലിലാണ് ഏത് ലെവലാണ് ഒരു സംസാരം? അപ്പൊ അതായത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാല്, നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ കണ്ടു. ആ യൂട്യൂബ് വീഡിയോ ഫുൾ ആയിട്ട് ഭയങ്കര ആകാംക്ഷയോട് കൂടി കണ്ടു. ആ പ്രസന്റേഷൻ സ്റ്റൈലൊക്കെ അടിപൊളി ആയതുകൊണ്ട് അതേപോലൊക്കെ സംസാരിക്കണം എന്ന് തോന്നിപ്പോവാണ്. അങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെ സംസാരിക്കുന്ന ഒരാളെ പേരെന്തേലും ഉണ്ടോ? അങ്ങനെ ചുട്ടൻ ചോദിച്ചാൽ ഒരു ഉത്തരം വളരെ കുറവാണ്. കാരണം വെച്ചാല് പല ആളുകളും ഓരോ സമയത്തും ഓരോ രീതിയിൽ മാറുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ കൂടുതൽ ഇപ്പൊ തങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഈ ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞ ഒരു ആശയത്തായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ കുറച്ച് വീഡിയോസ് കാണും. ഡീപ്പ് വർക്ക് ഡിസ്ട്രാക്ഷൻ ഫ്രീ വർക്ക്.
ഡിസ്ട്രാക്ഷൻ ഫ്രീ വർക്ക്. അപ്പൊ ഡിസ്ട്രാക്ഷൻ ഫ്രീ വർക്ക് ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു വീഡിയോസ് കാണുന്നുണ്ട്. ഷമീർ എന്ന് പറഞ്ഞ പുള്ളിയുടെ പേരാ നോക്കിയിട്ടില്ല. പക്ഷെ പുള്ളി പറയുന്ന ഒരുപാട് പിന്നെ മെത്തേഡ് താങ്കൾ പറയുന്ന കുറെ സാധനങ്ങൾക്ക് മാച്ചാണ്. ഭയങ്കര കോംബോ ആണ് ആ സാധനം. അപ്പൊ ഞാനത് പിന്നെ എന്താ പറയാ ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീഡിയോസ് ഞാൻ വളരെ ചുരുക്കിയേ കാണാറുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ യൂട്യൂബ് ഒക്കെ വളരെ കുറവാണ് ശരിക്കും. ഇപ്പൊ നമ്മൾ ഈ സെഷനിലേക്ക് തിരിഞ്ഞതിന് ശേഷം യൂട്യൂബ്, ഇൻസ്റ്റ ഇതൊക്കെ വളരെ കുറവും. പകരം ഇതിന്റെ റീറീഡിങ് തന്നെയാണ് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലിങ്ങനെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് എങ്ങനെയാണ് ആളുകളിലേക്ക് ഇറങ്ങാൻ പറ്റുക, ഈ ഒരു സംഗതിയായിട്ട് ഇതെങ്ങനെ ഒരു ഇൻകം ഒരു ടൂളാക്കി മാറ്റാൻ പറ്റും. കാരണം ഇന്ന് ആളുകൾ എല്ലാം ഡിസ്ട്രാക്റ്റഡ് ആയ ഒരു അവസ്ഥയിലാണ്. അപ്പം ഒരു ഡീപ്പ് വർക്കിലേക്ക് ആളുകളെ എങ്ങനെ കൊണ്ടുപോകാം. ഞാൻ ബിസിനസ് ട്രെയിനിങ് പോലും നിർത്തിയിട്ട് എനിക്ക് ഇതിലൊരു ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം അതാണ് കുറച്ചുകൂടി എനിക്ക് പറയുമ്പോ എനർജി ഉള്ളതും പിന്നെ ഒരു റിയാലിറ്റി തോന്നുന്നതും. കാരണം ഇതെനിക്ക് നടപ്പിലാക്കാൻ പറ്റും. ഞാൻ നടപ്പിലാക്കുന്നുണ്ട്. ബിസിനസ് ഞാൻ ചെയ്യുന്നില്ല. എനിക്കതിന്റെ ഉള്ളറകൾ ഓരോ ബിസിനസ്സുകാരനും ഓരോന്നാണ്. പക്ഷെ ഒരു കമ്പനിക്കുള്ളിൽ ഇതിൽ പറയുന്നുണ്ടല്ലോ, ഒരു കമ്പനിയില് ഒരുപാട് ആളുകൾ ശീതളപാനീയങ്ങൾ കുടിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. താങ്കൾ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇദ്ദേഹം അതിനെ മറികടന്നത് എങ്ങനെയാണ്? ആ ഭാഗങ്ങളിലെല്ലാം വാട്ടർ ബോട്ടിൽ നിറച്ചു വെച്ചു. അപ്പൊ മിനറൽ വാട്ടർ മറ്റേ ഈ പിന്നെ ശീതളപാനീയങ്ങൾ കുടിക്കുന്നതിന് പകരം ആളുകൾ എന്ത് ചെയ്തു? വെള്ളം കുടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. സ്വാഭാവികമായിട്ട് പ്രൊഡക്ഷൻ കൂടി, ബിസിനസ്സിലെ പ്രൊഡക്ഷൻ കൂടി. കാരണം മറ്റേ സ്ഥാപനത്ത് 3% ഇപ്പോ 7% വർദ്ധിച്ചു വെള്ളം വെച്ചപ്പോ. അപ്പൊ ഇതൊരു ഹാബിറ്റ് ഫോർമേഷൻ ആണ്. പുതിയ ശീലങ്ങൾ ബിസിനസ്സിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, ഒരു കമ്പനിയിൽ എങ്ങനെ പുതിയ ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യാം, ഒരു വീട്ടിൽ എങ്ങനെ പുതിയ ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ തോട്ട് പ്രോസസ്സാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഇറങ്ങി ചെല്ലാൻ പറ്റുക. ഇപ്പൊ താങ്കൾ ലീഡർഷിപ്പ് 1-to-1 കോച്ചിങ് ആണെങ്കിൽ എനിക്ക് ഇതിനോട് താല്പര്യമുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ബുക്സുകള്, മറ്റ് ബുക്സുകൾ ഉണ്ടോ, ഇതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ബുക്സുകൾ ഉണ്ടോ എന്നുള്ള അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പൊ ഒരു വീഡിയോസ് ഞാൻ താങ്കൾക്ക് അയച്ചു തരണ്ടേ? ഞാൻ കാണുന്ന വീഡിയോസ് അത് താങ്കൾക്ക് ഒന്നും കൂടി ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റും. അതില് ഒരു ബുക്കിനെ പറ്റി പറയുന്നത് വൺ തിങ് എന്ന് പറയുന്ന ബുക്കാ. വൺ തിങ്, ഒരു സംഗതിയിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ബാക്കിയെല്ലാം ഇതിന്റെ എന്താ പറയാ ഒരു വേറെ നടക്കണേ. ഈ വൺ തിങ് ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. പക്ഷെ നമ്മളെന്താ ചെയ്യാ, ഒന്ന് ചെയ്യാതെ മറ്റൊന്നിലേക്ക് ചാടിയിട്ട് അവിടെ നിൽക്കും. ഇപ്പൊ ഞാനൊരു ഘട്ടത്തിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് എന്നിട്ട് അതിലേക്ക് പോയിരുന്നു. പിന്നെ അതിലൊന്നും കാണാൻ ബിസിനസ് ട്രെയിനിങ്ങിലേക്ക് പോകുന്നു. പിന്നെ അതിലൊന്നും കാണാൻ മോട്ടിവേഷനിൽ പോകുന്നു. പക്ഷെ ഞാൻ അപ്പൊ ആലോചിക്കുന്നത് അതൊക്കെ അവിടെ നിന്നോട്ടെ, വിളിച്ചാ പോവാം. പക്ഷെ അതിൽ ഞാൻ പഠിക്കുന്നില്ല. എന്റെ സ്റ്റഡി മുഴുവൻ ഇതിലേക്ക് കൊണ്ടുവരാം. മറ്റേതൊക്കെ വിളിച്ചാ പോവാം. അതായത് ശരി ഞാൻ വരാം. കൂടുതൽ അതിനുവേണ്ടി പുട്ട് ചെയ്യാതെ കാര്യങ്ങൾ ജസ്റ്റ് അതിനൊരു സാധനം ഉണ്ടാക്കി വെക്കുക, ഒരു മെത്തഡോളജി ഉണ്ടാക്കി വെക്കുക. ഇന്ന വിളിച്ചാൽ ഇന്നത് പോയി പറയാം, ഇന്ന ആള് വിളിച്ചാൽ ഇന്നത് പോയി പറയാം. പക്ഷെ സ്റ്റഡി നടക്കേണ്ട രീതിയിലായിരിക്കും. ഇത് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഇതിന്റെ മെത്തേഡാണ്. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോ ഒരു യൂട്യൂബർ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ അത്തരം കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. എനിക്കിതൊക്കെ പറയണമെന്നുണ്ട് ആളുകളോട്. അപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ പറയണമെന്നുണ്ട് ആൾക്കാരോട്. അതന്നെ അതന്നെയുണ്ട്. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി പറയാൻ തുടങ്ങിയിരിക്കണ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. പറഞ്ഞതിന്റെ കൂടെ നിങ്ങൾ പ്രാക്ടീസും കൂടി ചെയ്യണം. അപ്ലൈ ലേൺ. ആ ലേണിങ് എല്ലാ രീതിയിലും പറ്റും. റീഡിങ്, യൂട്യൂബ് കാണല്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്ലൈ എന്ന് പറയുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ ഇത് നമ്മള് ഈ പ്രാക്ടീസ് ഉണ്ടല്ലോ, ലേൺ ആൻഡ് അപ്ലൈയില് ലേണിങ്ങിൽ ഞാൻ ചെയ്ത ഒരു പരിപാടി. മലയാളം നല്ല രീതിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തത്, എനിക്ക് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറെ സ്പീക്കേഴ്സ് ഉണ്ട് മലയാളത്തില്. അതായത് ചില സ്പീച്ച് കണ്ടാൽ നമ്മള് ഇരുന്ന് പോവുമല്ലോ, ആ പ്രസന്റേഷൻ സ്റ്റൈലും ആ കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് മതപ്രഭാഷണമായാലും, അല്ലെങ്കിൽ മതപ്രഭാഷണമല്ല, ഒരു വലിയ പാരന്റ്സിനെ ഫേസ് ചെയ്തിട്ട് ഒരാൾ സംസാരിക്കുകയാണ്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് അയച്ചുതരാം. ആ ചില പുസ്തകങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും.
അതേപോലെ സംസാരിക്കണം എന്നിങ്ങനെ തോന്നിപ്പോകും. അങ്ങനത്തെ ആൾക്കാരെ ഞാൻ ലിസ്റ്റ് ചെയ്തു. 1-2 ആൾക്കാര്. ഇംഗ്ലീഷിൽ ഒരുപാട് പേരുണ്ട്, മലയാളത്തിൽ 1-2 പേരുണ്ട്. ഓക്കെ, അവർ ലിസ്റ്റ് ചെയ്തിട്ട് അവരെ ഞാൻ ഷാഡോ ചെയ്യും. ഷാഡോയിങ് മനസ്സിലായോ? ഷാഡോയിങ് മനസ്സിലായില്ല. ഇവരെ സ്പീച്ച് ഞാൻ മൊബൈലിൽ ഓപ്പൺ ആക്കിയിടും. ഓക്കെ, അത് അവര് സംസാരിക്കുമ്പോ സൗണ്ട് കേൾക്കാലോ. ആ സൗണ്ട് ഞാൻ കേൾക്കും. അത് കേട്ടിട്ട് അതിന്റെ കൂടെ പറയും. അതിന്റെ കൂടെ പറയുമ്പോ അവന്റെ സൗണ്ട് മാത്രല്ല പറയാൻ നോക്കുക, അവര് പറയുന്ന അതേ ടോണില്ലേ, ഏത് ഇമോഷനിലാണോ അവര് പറയുന്നത് അതേ ഇമോഷനിൽ പറയും. അപ്പൊ ഇമോഷണൽ ടോപ്പിക് വരുമ്പോ നമ്മളും ഇമോഷണലാവും. നമ്മളെ ഫേസും അതേപോലെ ആവും. ഈവൻ അവരുടെ ബോഡി ലാംഗ്വേജ് പോലും അവരെങ്ങനെയാണോ കൈ ഉയർത്തി സംസാരിക്കുന്നത് അതേ രീതിയിൽ ബോഡി പോലും ചലിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ഞാനിങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്യും. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോ എന്തൊക്കെയുണ്ട് ഗുണം? നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. അവര് പറയുന്ന അറിവുകൾ കിട്ടും. അവര് പറയുന്ന സ്റ്റൈല് നമുക്ക് കിട്ടും. അവരുടെ ഏത് ഇമോഷനിലാണോ പറയുന്നത് അതേ ഇമോഷനിൽ സംസാരിക്കാനുള്ള ഒരു കഴിവ് വരും. നമ്മളെ ഫേഷ്യൽ എക്സ്പ്രഷൻസും അതേപോലെ മാറും. അത് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും? അത് നമ്മളെ നാവിന് ഒരു എക്സസൈസും കൂടിയാണ്, മലയാളം സംസാരിക്കാനുള്ള ഒരു എക്സസൈസ്. മലപ്പുറം ഭാഷയിൽ സംസാരം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സംസാരം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ മലപ്പുറം ഭാഷ തീരെ സംസാരിക്കാത്ത ഒരു യൂട്യൂബർ എടുത്തിട്ട് അവരെ പോലെ സംസാരിക്കുക. നല്ല ഉച്ചാരണമുള്ള ഒരാളെ ഇടുക, അതേപോലെ സംസാരിച്ച് എന്നും അത് ചെയ്യണം. എന്നത് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ തങ്ങളുടെ ഒബ്സർവ് ചെയ്തപ്പോ ഈ മലപ്പുറം ഭാഷ ഒരുപാട് പിന്നെ ഇത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞു പോയിട്ടുണ്ട്. മറ്റേത് നല്ലോണം അത് അടിച്ചു കയറി വന്നിരുന്നു. അതായത് ആ ഒരു പക്ഷെ അത് നമുക്ക് വേണം. കാരണം അത് എപ്പോഴാ വേണ്ടതെന്ന് അറിയാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ കണ്ടന്റ് പ്രകാരം ഹൈ റിച്ചിലാണ് നിൽക്കുന്ന വെച്ചോ, നമ്മൾ കണ്ടന്റിൽ നമ്മൾ നിറഞ്ഞു നിൽക്കുകയാണ്. അന്നേരം ഈ കണ്ടന്റ് ഇങ്ങനെ പറയുമ്പോ ആളുകൾ നമ്മളെ ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിക്കൂല, ആ കണ്ടന്റിലേക്കാണ് ആൾക്കാർ പോവുക. ഞാനൊക്കെ നിസാർ സാറ് അവരൊക്കെ കണ്ണൂര് ഭാഷയല്ല സംസാരിക്കുക. അതെ 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 അതെ. അപ്പൊ ആ ഒരു അതുണ്ട്. അപ്പൊ പക്ഷെ നമ്മള് ഒരു 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 നമ്മളിപ്പോ മലപ്പുറം മാത്രല്ലല്ലോ നമ്മളെ ഫോക്കസ് പോണത്. നമുക്ക് ആലപ്പുഴയും കൊല്ലത്തും തിരുവനന്തപുരത്തൊക്കെ പോയിട്ട് നമുക്ക് സംസാരിക്കണം, അവരൊക്കെ നമ്മളെ കേൾക്കണം. അപ്പോ പെട്ടെന്ന് നമ്മളെ ഗ്രാസ്പ് ഇതെന്താ ഈ പറയണേ എന്ന് തോന്നുന്ന രീതിയിലേക്ക് പോകുമ്പോഴല്ലേ പ്രശ്നം. അപ്പോ ഇന്നലെ ഇപ്പൊ ഈ വീഡിയോ ചെയ്തപ്പോ എന്നൊരു ഒരു ന്യൂജൻ കുട്ടി പറഞ്ഞു, നിങ്ങൾ ഈ ഇങ്ങനെ അച്ചടി ഭാഷ സംസാരിക്കല്ലേ, നിങ്ങൾ നോർമൽ ആയിട്ട് പറയും, നിങ്ങൾ സാധാ പോലെ പറയും, അപ്പൊ ആളുകൾ കേൾക്കും എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറയും എനിക്ക് കുറച്ച് ഇന്റലക്ച്വൽ ആവണമെന്നുണ്ട്, എന്റെ ഭാഷാ രീതി അത് എന്റെ ഒരു പാഷനും കൂടിയാണ്, ഞാനത് ഇഷ്ടപ്പെടുന്നു പറഞ്ഞു. എനിക്കത് ഇഷ്ടമാണ് പറഞ്ഞു. അപ്പൊ മൂപ്പരൊന്നും പറഞ്ഞില്ല. ഞാൻ പറയാം ഉപ്പുളിയോട് പറഞ്ഞത് ആളുകൾ കേൾക്കണത് നിങ്ങളിങ്ങനെ ഇത് പറയണ്ട, നല്ല പോലെ പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് അത് മനസ്സിലാവും എന്ന് പറഞ്ഞു. പക്ഷെ തങ്ങളുടെ ഇതിലിപ്പോ ഒരുപാട് റിമൂവ് ആയിട്ടുണ്ട്. അത് ഞാനത് ഒബ്സർവ് ചെയ്തു. നല്ല മാറ്റമുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും പണ്ട് പറയുന്നു, യു ആർ എ കോച്ച്, ഉള്ളിൽ കിടക്കുന്നത് അതാണ്. ഓക്കെ, പക്ഷെ മറ്റേ നല്ലതാണ്, ഒരു സൈഡ് കൂടി ഇതായ. എന്നെ സംബന്ധിച്ച് ഐ ആം നോട്ട് എ കോച്ച്. ഞാൻ അങ്ങനെ തോന്നുന്നു, എനിക്ക് അങ്ങനെ തോന്നുന്നു, ഞാൻ കോച്ച് അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് പറഞ്ഞു കൊടുക്കാം, പറഞ്ഞു കൊടുത്ത് പിരി, അത്ര ഉള്ളൂ എന്നൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഏതായാലും നമ്മള് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് ഇതുണ്ടല്ലോ, ഈ അപ്ലൈ ചെയ്യണം, അതുപോലെ പഠിക്കും വേണം. പ്രാക്ടീസ് ചെയ്യണം, അപ്ലൈ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ഞാൻ ഇംഗ്ലീഷിൽ ചെയ്തത് ഈ സ്ട്രാറ്റജിയാണ്, ഞാൻ യൂട്യൂബിൽ ചെയ്തത് ഈ സ്ട്രാറ്റജിയാണ്. അതുപോലെ തന്നെ യൂട്യൂബിൽ 3500 സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ ഒരു 2 മാസത്തിനുള്ളിൽ. അതൊരു അച്ചീവ്മെന്റ് ആണ്.
അച്ചീവ്മെന്റ് ആണ്. അതെ. അതൊരു അച്ചീവ്മെന്റ് ആണ്. മോണിറ്റൈസേഷൻ സ്റ്റാർട്ടായി. എനിക്ക് ഇംഗ്ലീഷ് Yes. സംസാരിക്കാൻ ചെയ്യുന്നില്ല. അന്നിപ്പോ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയും. അതൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെ Yes. അച്ചീവ്മെന്റ്സുകളൊക്കെ ഈ ലേൺ ആൻഡ് അപ്ലൈ സ്ട്രാറ്റജി ബേസ്ഡ് ആണ് ചെയ്തത്. ഈ മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ആയി മോണിറ്റൈസേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഇല്ല എടുക്കണില്ല, സ്റ്റാർട്ടായി. ഓക്കെ. സ്റ്റാർട്ട് ആയത് ഒരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെ Yes. ചെറിയ വിന്നുകളുണ്ടല്ലോ, വിജയങ്ങള്, അതെല്ലാം നമ്മുടെ വിൽ പവർ കൂട്ടും. നമുക്ക് നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ള ഒരു മനോഭാവം ഉണ്ടല്ലോ, അത് കൂട്ടും. പഠിച്ചാലും സഹായം ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എന്തും കഴിയും എന്നുള്ള ഒരു മനോഭാവം, അത് കൂട്ടും. ചെറിയ വിജയങ്ങള്. ഇപ്പൊ മോണിറ്റൈസേഷൻ, യൂട്യൂബിൽ മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ആവാറുള്ള ചെറിയൊരു വിജയമാണ്. അതായത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂർ ആൾക്കാർ കാണുകയും ചെയ്യാം. അതൊരു ചെറിയൊരു വിജയമാണ്. അപ്പൊ ഇങ്ങനത്തെ വിജയങ്ങൾ നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ കോൺഫിഡൻസും നമ്മളെ വിൽ പവറും കൂട്ടും. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ അപ്ലൈ ചെയ്തത് ഇതാണ്. നമ്മൾ പഠിക്കുക, അപ്ലൈ ചെയ്യുക, പഠിക്കുക, അപ്ലൈ ചെയ്യുക. അപ്പൊ മലയാളം സംസാരിക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ലേൺ ആൻഡ് അപ്ലൈ പ്രാക്ടീസ് ഷാഡോയും ചെയ്യും, യൂട്യൂബിൽ വീഡിയോ ഇടും. യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണം. ഞാൻ ഷാഡോ ചെയ്യുമ്പോൾ ഞാൻ പഠിക്കുകയാണ്. അതായത് ഇവിടെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാണ് കണ്ടന്റ്. അത് കാലാകാലം ആരെപ്പ ചോദിച്ചാലും, ഇപ്പൊ അടുത്ത് എന്നോട് ജോബിനെ പറ്റിയിട്ട് ഒരു ജോബ് എങ്ങനെ കിട്ടാന്നുള്ളത് ഒരാൾ ചോദിച്ചു. ഞാൻ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പൊ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. 30 മിനിറ്റിന്റെ വീഡിയോ ആണ്. അത് കണ്ടു. അതിന് ശേഷം മതി സംസാരം, അല്ലെങ്കിൽ അതിന്റെ മുന്നേ സംസാരിക്കാം, അതിന് ശേഷം സംസാരിച്ച് ഒന്നുകൂടി റിപ്പീറ്റ് ആയിട്ട് കേൾക്കാൻ വേണ്ടിട്ട് വീഡിയോ ഷെയർ ചെയ്യാം. അത് പ്രൊഡ്യൂസിങ് ആണ്. എന്നെന്നും ആ വീഡിയോ അവിടെ ഉണ്ടാവും. നമ്മളുടെ അനുഭവത്തിൽ ഒരു എഴുതി വെക്കുന്ന പോലെ, ബുക്ക് എഴുതുന്ന പോലെയാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്വൈസ് കൊടുക്കണം ചോദിച്ചോളെ, ഒരു വീഡിയോ ആക്കി ഇടുക. വീഡിയോ ആക്കി ഇട്ടാല് ആരെപ്പ ചോദിച്ചാലും ആ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താലും മതി, നേരെ ഇല്ലാന്നുണ്ടെങ്കിൽ. അത് അവിടെ ഉണ്ടാവും ഒരു പ്രോഡക്റ്റ് ആയിട്ട്. അപ്പൊ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാണ് ഇവിടെ യൂട്യൂബിൽ പ്രൊഡ്യൂസ് ചെയ്യാണ്, പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുകയാണ്. ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കും കൂടി വേണം, പ്രാക്ടീസ് ചെയ്യും കൂടി വേണം. നമുക്ക് ആരെ പോലെയാണ് ആവേണ്ടത്, ഏത് ലെവലിലേക്ക് നമ്മൾ എത്തണം, ആ ലെവലില് നമ്മൾ നിൽക്കുക. നമ്മുടെ സ്റ്റൈൽ സ്റ്റോപ്പ് ആവില്ല, സ്റ്റൈൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും. മൈൻഡ് സെറ്റ് ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും. ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, എന്റെ ലെവൽ ഇതാണ്, ഞാൻ എന്റെ സംസാര രീതി ഇതാണ്, ഇനി ഇമ്പ്രൂവ് ചെയ്യാനില്ലാന്ന് ചിന്തിക്കും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഒരു പുതിയ ശീലം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ ഫേവറേറ്റ് സ്പീക്കർ എടുക്കുക. ഫേവറേറ്റ് സ്പീക്കർ എടുത്തതിന് ശേഷം അവരെ ഷാഡോ ചെയ്യുക. ഈവൻ ഇമോഷൻ വരെ ഷാഡോ ചെയ്യുക. അത് എങ്ങനെയുണ്ട്, ഈ ഒരു ശീലം എങ്ങനെയുണ്ട്? ഇത് നമ്മളെ എക്സിസ്റ്റിംഗ് അവിടെ ഞാൻ അടുത്തൊരു നിലപാട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എനിക്ക് ഐ ഹാവ് ടു ബിക്കം എ യുണീക്ക് പേഴ്സൺ. ഓക്കെ. അപ്പം പിന്നെ യുണീക്ക് പേഴ്സൺ ആവാൻ വേണ്ടിയിട്ട് പരമാവധി ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാതെ, പിന്നെ ഞാൻ എന്നെ വിശ്വസിക്കുകയാണ്, എനിക്ക് ശൈലി ഉണ്ട്. ആ ശൈലിയെ ഞാൻ ഇഷ്ടപ്പെടണം. അപ്പൊ ആ ശൈലിക്ക് വേണ്ടത് എന്റെ ഗസ്റ്റേഴ്സ്, എന്റെ നോട്ടങ്ങള്, എന്റെ ഈ സംസാര രീതി തന്നെ ഐ ലവ് ഇറ്റ്. ഞാൻ എന്നെ ലവ് ചെയ്യുന്നു ആ സംസാര രീതി, അൽഹംദുലില്ലാ. അപ്പൊ എനിക്ക് അതുണ്ട്. പക്ഷെ എനിക്ക് ഇല്ലാത്തത് ഈ ഐ കോണ്ടാക്ട്, അതുപോലെ ഗസ്റ്റേഴ്സ്, ഇതെല്ലാമാണ് എനിക്കില്ലാത്തത്. അതുകൊണ്ട് തന്നെ ഒരാള് ഒരു പരിധിയിലപ്പുറം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല ഈ ഇതിന്റെ കാര്യത്തില്, സ്പീക്കിങ്ങിന്റെ കാര്യത്തിൽ. പക്ഷെ അവരുടെ നടത്തം, വോട്ടിട്ട് പോകുന്നത്, ഇതൊക്കെ എന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പിന്നെ അതൊക്കെ ഇട്ട് പോകുന്നത്. ബാക്കിയെല്ലാം എന്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തന്നെ ആർജിച്ചെടുത്തത്, എന്റെ ഉള്ളിൽ അള്ളാഹു നൽകിയ ഒരു സാധനം. അതായത് കാലുകൾക്കില്ലാത്തത് നാവിന് തന്നു എന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ. 2 കാലുകൾക്കില്ലാത്തത് അതിന്റെ ഫുൾ പവർ നാവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറയാണ്, നീ ജീവിച്ചു, കഴിവാണ്, എനിക്കുള്ള കഴിവാണത്. അപ്പം ഒരു സ്പീക്കർ, അതാണ് നേരത്തെ ഉത്തരം മുട്ടിയത്. എനിക്ക് ആളങ്ങനെ ഇത് ചെയ്തിട്ടില്ല എന്നെ. അപ്പൊ എന്നെ യുണീക്ക് ആവാനാണ് ശ്രമിക്കുന്നത്.
അതുകൊണ്ട് എന്നെ ഒരാളെ വല്ലാതെ എന്ത് ചെയ്തിട്ടില്ല. ഇൻഫ്ലുവൻസ് ചെയ്തില്ല. പക്ഷെ ഈ കോച്ചിന്റെ കാര്യത്തിലൊക്കെ എന്നെ താങ്കളെ പോലുള്ള ആളുകൾ ഇപ്പൊ ഇങ്ങനെ ഇവിടെ വരച്ചിട്ടും കാണിച്ചിട്ടൊക്കെ ആകുമ്പോ ചില കാര്യങ്ങൾ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇത് ചെയ്യും. പക്ഷെ എന്റെ ഉള്ളിലുള്ളത് ഈ സംസാര രീതികളും ഇതൊക്കെയാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. എനിക്ക് ഐ ഡോണ്ട് നോ. അതിന് ഞാനൊരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞല്ലോ. നമുക്ക് നമ്മളെ സ്റ്റൈലുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഈ സ്റ്റൈലില് നമ്മളെക്കാളും അല്ലെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള സ്റ്റൈലിൽ വേറെ ആളെ കണ്ടു, അല്ലെങ്കിൽ 1-2 ആൾക്കാർ കണ്ടു. നമ്മൾ എത്ര ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയാലും ഇയാളെ പോലെ ആവില്ല. നമ്മൾ ടച്ച് വരും. ഇയാളെ ഒരു 40% നമുക്ക് കിട്ടും. അതേപോലെ ഇയാളുടെ ഒരു 40% നമുക്ക് കിട്ടും. ഇയാളുടെ ഒരു 40% നമുക്ക് കിട്ടും. അപ്പോ നമുക്ക് ഇഷ്ടമുള്ള 3-4 പേരെടുത്താല് അതിന് എല്ലാവരും ഒരാളെ മാത്രം ഷാഡോ ചെയ്താലും 100% അയാളെ പോലെ ആവില്ല. അയാളെ പ്ലസ് നമ്മളെ സ്റ്റൈലാണ് ഉണ്ടാവുക. നമ്മളും അയാളുടെ ഒരു സ്റ്റൈലിന്റെ കോമ്പിനേഷൻ ഉണ്ടാവുക. അത് യുണീക്ക് ആണ്. പിന്നെ 3-4 പേരെ ഇതേപോലെ വേറൊരാളും കൂടി ഷാഡോ ചെയ്യേണ്ടി വിചാരിച്ചോളി. അയാളുടെ ഹാൻഡ് ജസ്റ്റർ നമുക്ക് ഇഷ്ടമായി, അപ്പൊ അതേപോലെ ഷാഡോ ചെയ്യാണ്. ഷാഡോ ചെയ്യുമ്പോ ഇതിന്റെ പ്ലസും കൂടിയാണ് നമുക്ക് കിട്ടുക. അപ്പോ ഇതിന്റെ പ്ലസ് ആവുമ്പോ നമ്മളൊരു യുണീക്ക് ആവും. ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ അതാണ്. അതായത് ഒരാളൊരു ബിസിനസ് ഐഡിയ എടുത്തു കൊടുന്നു, ഒരാളൊരു ബിസിനസ് ഐഡിയ കൊടുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ബിസിനസ് ഇതേപോലെ കോപ്പി അടിക്കും. എത്ര കോപ്പി അടിച്ചാലും ഇതേപോലെ ആവില്ല. ഇത് നമ്മളൊരു ഫ്ലേവർ ഉണ്ടാവും ഇതിന്. ഈ ഒരു ഫ്ലേവർ ഒരു പുതിയ പ്രോഡക്റ്റ് ആവും. ഇതൊരു പുതിയ പ്രോഡക്റ്റ് ആണ്. ഇത് കോപ്പി അടിച്ചാലും ഈ കോപ്പി അടിച്ചത് പ്ലസ് നമ്മളെ ഫ്ലേവർ ആണ് മാർക്കറ്റിലേക്ക് ഇറങ്ങുക. അപ്പൊ ഇതൊരു പുതിയ ഫ്ലേവർ ആയതുകൊണ്ട് ഇതിന് ആൾക്കാരുണ്ടാവും, പക്ക കോപ്പി അടിച്ചാലും. ഇപ്പൊ ഒരാളെ കണ്ടന്റ് ഒരാള് നല്ല ഇൻഫർമേഷൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഇവിടെ പറയുന്ന ഇൻഫർമേഷൻ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ പ്രസന്റ് ചെയ്താലും ഇത് ഇതേപോലെ ആവൂല. നിങ്ങളെ യുണീക്നെസ് അതിൽ വരും. അപ്പോ ഈ ഇൻഫർമേഷൻ, വേറൊരാളുടെ ഇൻഫർമേഷൻ പ്ലസ് നമ്മളുടെ യുണീക്ക് സ്റ്റൈലും കൂടി ആകുമ്പോൾ ഒരു പുതിയ അടിപൊളി പ്രോഡക്റ്റ് ആവും. കാരണം നമ്മളെ അനുഭവങ്ങളും നമ്മളെ യുണീക്നെസ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മിക്സ് ആവുക. മിക്സ് ആയിട്ട് ഒരു അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള, ജനങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാവും. അപ്പോ ഈ നമുക്ക് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ, നമുക്ക് അതുപോലെ ആയാൽ നന്നായേനെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് വർക്ക് ആവുക. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആരും ഇമിറ്റേറ്റ് ചെയ്യാനില്ല. അങ്ങനെ ആവുമ്പോ ഇമിറ്റേറ്റ് ചെയ്യണ്ട. എന്റെ കേസിൽ പറഞ്ഞാൽ എനിക്ക് ഇതുപോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. കാരണം അവർ നല്ല ഇൻഫ്ലുവൻസ് ആണ്. അവര് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അവരെ പ്രസംഗം ഞാൻ കേട്ട് നിന്നിട്ടുണ്ട്. ആ പ്രസംഗം ഞാൻ 40 മിനിറ്റ് ആണെങ്കിൽ 40 മിനിറ്റും അത്രയും ബിസി ആണെന്നുണ്ടെങ്കിലും 40 മിനിറ്റ് മുഴുവനായിട്ട് കേട്ട സംഭവങ്ങളുണ്ട്. അവര് പറഞ്ഞ പുതിയ അടിപൊളി കണ്ടന്റുകളുണ്ട്. ആ കണ്ടന്റ് നമ്മളതായിട്ട് രീതിയിൽ പ്രസന്റ് ചെയ്താലും കുഴപ്പമില്ല. അതേപോലെ കോപ്പി അടിച്ച് പ്രസന്റ് ചെയ്താലും അത് വീണ്ടും ഷെയറിംഗ് ആണ്, റീഷെയറിംഗ് ആണ്. അത് നമ്മളുടേതായിട്ടുള്ള ഫ്ലേവറോട് കൂടിയേ പുറത്ത് പോവുള്ളൂ. അപ്പൊ ഞാൻ ഈ ഒരു സംഭവം ഞാൻ ചെയ്യാറുണ്ട്. അത് യൂട്യൂബിലെല്ലാം വർക്കിംഗ് ആണ്. നമ്മളെ സംസാര ശൈലി മാറാനും, നല്ല ഭാഷയിൽ സംസാരിക്കാനും, നമ്മളെ ഇമോഷൻസ് ഫേസിൽ വരാനും, സംസാരിക്കുമ്പോൾ നാച്ചുറൽ ആയിട്ട് ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാനും ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഇപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാബിറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന, അതിന്റെ ക്വാളിറ്റി കൂട്ടുന്ന ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സ്പീച്ചിനും കൂടി പ്രാക്ടീസ് കൊടുക്കുക. നമ്മളെ ഹാൻഡ് ജസ്റ്റേഴ്സും ഇമോഷൻസും കാര്യങ്ങളെല്ലാം അത് കറക്റ്റ് ആയിട്ട് പുട്ട് ചെയ്യാൻ ഒരു പ്രാക്ടീസ് കൊടുക്കുക. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഐഡിയാസോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പൊ ലേൺ ആൻഡ് അപ്ലൈ വരും. ലേണിംഗ് നമ്മളെ സംസാരത്തിന് ലേണിംഗ് വേണം, നമ്മളെ വോയിസിൽ ലേണിംഗ് വേണം, നമ്മളെ സൗണ്ട് മോഡുലേഷനിൽ ലേണിംഗ് വേണം, സൗണ്ടിന്റെ പിച്ചുകൾ മാറ്റുന്നത്. ചിലപ്പം ഡീപ് പിച്ചിൽ സംസാരിക്കും, ചിലപ്പോൾ ഹൈ ബേസിൽ സംസാരിക്കണം. മോഡുലേഷൻ ഉണ്ടെങ്കിൽ
ഹലോ. ഹലോ. ഓക്കെ. അസ്സലാമു അലൈക്കും. ഇസ്ലാം. എക്സിസ്റ്റ് ഞാൻ തന്നെ എടുക്കാം. ഓപ്പൺ കാണണ്ട. കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് തന്നെ. നമ്മൾ ഇതിന്റെ കൂടെ ഒരു പുതിയ ഹാബിറ്റ്, ഇതിനെ ബൂസ്റ്റ് ചെയ്യുന്ന, ഇതിന്റെ ക്വാളിറ്റി കൂട്ടുന്ന ഒരു ഹാബിറ്റും കൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. വേറെ പുതിയ ഹാബിറ്റ് നമുക്ക് വേണ്ട. കാരണം ഒന്നിന് ഫോക്കസ് ചെയ്യണ്ട നമ്മള്. ഇപ്പൊ റീഡിങ് ഒരു ഹാബിറ്റ് ഉണ്ട്, ഇത് വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്. റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് പഠനത്തിന്റെ ഉള്ളിലേക്ക് എടുക്കുന്നതാണ്. ഈ യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ അതിന്റെ കറക്റ്റ് ബാലൻസ് അവിടെ നടക്കുന്നുണ്ട്. കറക്റ്റ് അല്ലേ? ഇതിപ്പോ നമ്മളിപ്പോ റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് യൂട്യൂബ് ആണ്, വീഡിയോ ഉണ്ടാക്കലാണെന്നുണ്ടെങ്കിൽ ഇത് ഉള്ളിലേക്ക് എടുക്കലാണ്, ഇത് പുറത്തേക്ക് കൊടുക്കലാണ്. അപ്പൊ അതിന്റെ ബാലൻസ് അവിടെ നടന്നു. കറക്റ്റ്. ഉള്ളിലേക്ക് എടുക്കുന്നത് പുറത്തേക്ക് എടുക്കുന്നത് ബാലൻസ് ആയി. ഇനി ഈ പുറത്തേക്ക് എടുക്കുന്നതിന്റെ ക്വാളിറ്റി കൂട്ടിക്കൊണ്ടിരുന്നാൽ മതി, കണ്ടിന്യൂസ്ലി ഇമ്പ്രൂവ് ചെയ്യാം. ഇപ്പത്തെ എല്ലാവര് 10ല് 1 അത് 1.5 ആക്കുക, 2 ആക്കുക, അങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നാൽ മതി. അതിനുള്ള ഒരു സംഭവമാണ് നമ്മളെ വോയിസ് മോഡുലേഷനും നമ്മളെ സംസാര ശൈലി ഇല്ലേ, അത് കുറച്ചും കൂടി ഇപ്പൊ ഏത് ലെവലാണോ അതിനേക്കാളും ഇമ്പ്രൂവ് ചെയ്യാം. ഇപ്പൊ ഏത് ലെവലാണോ അതിനേക്കാളും ഇമ്പ്രൂവ് ചെയ്തോണ്ടിരിക്കുക, വായിച്ചോണ്ടേ ഇരിക്കുക, വായിച്ചത് അപ്ലൈ ചെയ്തോണ്ടേ ഇരിക്കുക, ആക്ഷൻ എടുത്തോണ്ടേ ഇരിക്കുക, പ്രോബ്ലംസ് സോൾവ് ചെയ്തോണ്ടേ ഇരിക്കുക. അങ്ങനെ ചെയ്യുമ്പോ തന്നെ നമുക്ക് എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യുന്നതിന്റെയും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെയും ബാലൻസ്ഡ് ആവുകയും ചെയ്യും നമ്മള്. വീഡിയോ ഐഡിയക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി ബ്രെയിൻ സ്റ്റോം ചെയ്യാണ്. നമുക്ക് നോട്ട്ബുക്ക് ഇല്ലേ, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യൂലേ? ഓവർ തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടോപ്പിക്കുകളും നിങ്ങൾ ചിന്തിക്കും സംസാരിക്കാനുള്ള. അപ്പൊ ടോപ്പിക് ഒരു നല്ലൊരു ഐഡിയ കിട്ടിയാല് അത് അപ്പം എഴുതി വെക്കുക, ടോപ്പിക്കിന്റെ ടൈറ്റിൽ. ആ നോട്ട്ബുക്കിന്റെ ബാക്കിൽ എഴുതി വെച്ചാൽ മതി. രണ്ടാമത്തെ ഐഡിയ വരുമ്പോ, അടിപൊളി ഐഡിയ വരുമ്പോ അത് എഴുതുക. അപ്പൊ എനിക്ക് വന്നൊരു ഐഡിയ ആണ് എന്ത്, ഞാൻ നന്നായിട്ട് ടൈപ്പ് ചെയ്യാറുണ്ട്, അപ്പോ ടൈപ്പിംഗ് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ടാക്കിയാലോ. അപ്പൊ ഹൗ ടു ടൈപ്പ് ഫാസ്റ്റ്, അതൊരു ഐഡിയ ആണ്. അത് ഞാൻ എഴുതി വെച്ചു. രണ്ടാമത്തത് ഞാൻ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ വായിച്ചു. അതിൽ പെർസെപ്ഷൻ എന്നാണ് ടോപ്പിക്. എനിക്ക് എല്ലാവരും പറഞ്ഞു കൊടുക്കണം എന്ന് തോന്നി ഫാമിലിയില്. ഒരു കാര്യം ഇതിന്റെ ഇടയിൽ ചോദിച്ചോട്ടെ. ഞാന് ഈ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ വായിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ബുക്ക് വാങ്ങി, ഇതിന്റെ മലയാളം വേർഷൻ ഞാൻ വാങ്ങിയത്. പക്ഷെ എനിക്കത് വായിച്ച് 2, 3, 5, 6 പാരഗ്രാഫ് ഇട്ട് എനിക്ക് ആകെ എനിക്കതിനെ മനസ്സിലാവുന്നില്ല. ഇത് എന്താണ് എന്ന് മനസ്സിലാവണില്ല. എന്താണ് ഈ പറയുന്നത്? അന്നേരം അറ്റോമിക് ഹാബിറ്റ്സ് എനിക്ക് വേഗം മനസ്സിലായി, ഇൻട്രസ്റ്റ് ആയി. പക്ഷെ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ, എനിക്ക് ആ ബുക്ക് എന്താണ് എന്റെ വീട്ടിലെ ബുക്ക് ഇരിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അതിന്ന് ഉദ്ദേശിക്കുന്നത്. എനിക്കൊരിക്കലും ആ വീഡിയോ എനിക്ക് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരും, ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും. ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ. ഈ ബുക്കിനെ പറ്റിയിട്ടാണോ? ഈ ബുക്കിനെ പറ്റിയിട്ട് 3 വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ. ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ 3 വീഡിയോ ഞാൻ ഇന്ന് കാണും. ഞാൻ ഷെയർ ചെയ്തുതരാം. കാരണം എന്റെ അറ്റോമിക് ഹാബിറ്റ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത സാധനമാവോ ഈ ബുക്ക്? ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാല് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ഹാബിറ്റ് ബിൽഡ് ചെയ്യാന്. 7 ഹാബിറ്റ്സ് പറഞ്ഞാൽ ഏതാണ് ഏറ്റവും നല്ല ഹാബിറ്റുകളെന്ന് മനസ്സിലാക്കാൻ. അത് ഞാൻ ഇതിന്റെ മിക്സ് ഒരു ചിലപ്പോ നല്ലൊരു അടിപൊളി സംഭവം ഞാൻ കരുതിയത്. ആ സംഭവം 7 ഹാബിറ്റ്സ് നല്ല നല്ല ബുക്കാണ്. അതിലും ഒരുപാട് ലൈഫ് ചേഞ്ചിങ് ലെസൺസ് ഉണ്ട്. ലൈഫ് ചേഞ്ചിങ് ലെസൺസ് ഉണ്ട് അതിൽ. മലയാളം ആയതുകൊണ്ടാണോ എനിക്ക് ബുദ്ധിമുട്ട് വന്നത്? എനിക്ക് മനസ്സിലാണ്. എനിക്ക് മലയാളം ആയതുകൊണ്ട് ട്രാൻസ്ലേറ്റഡ് സാധനമാണ്. ഇംഗ്ലീഷ് നല്ല ബുദ്ധിമുട്ടത്. ഇംഗ്ലീഷ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇംഗ്ലീഷ് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് പിന്നെ മനസ്സിലായി. ഇംഗ്ലീഷും ഒരുപാട് നല്ല ഡിഫിക്കൽട്ട് ലാംഗ്വേജ് ആണ് അറ്റോമിക് ഹാബിറ്റ്സിനെ വെച്ച് നോക്കും. ഞാൻ ഇതിന്റെ തേർഡ് റീഡ് ആണ് പോണത്. അപ്പൊ തേർഡ് റീഡിൽ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഇംഗ്ലീഷ് ഉണ്ട്, അപ്പൊ അത് വരുത്തിച്ചിട്ടുണ്ട്. അപ്പൊ ആ തേർഡ് റീഡ് ഇപ്പൊ ആരംഭിക്കും. ഇതിപ്പോ സെക്കൻഡ് റീഡ് ആണ്. ഇനി തേർഡ് റീഡ് ഇപ്പൊ ആരംഭിക്കും. തേർഡ് റീഡ് ഇംഗ്ലീഷിലാണ് ആരംഭിക്കാൻ പോകുന്നത്. ഓക്കെ.
അപ്പൊ ഏതായാലും ആറ്റോമിക് 7 ഹാബിറ്റ്സിന്റെ ഒരു ഉള്ളടക്കം ഞാൻ ഇപ്പൊ പറയണോ? അതിനെപ്പറ്റി പറയാൻ താല്പര്യമുണ്ട്, പക്ഷെ ഇപ്പൊ നമുക്ക് നേരമുണ്ടോന്നില്ല. അങ്ങനെയാണ് എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. ആ അത് ഞാൻ നമ്മളെ പറയാം, സെഷൻ. വഴിയെ ആ പറയാം. ഓരോ നമുക്ക് ഇനി ആ സെഷൻസ് ഉണ്ടല്ലോ, ആ ആ ആ ഓരോ സെഷൻസിലും അതിന്റെ ഒരു ഉള്ളടക്കം ഒരു 7 ഹാബിറ്റ് ആണ്. ആ 7 ആ ആ ആ ഹാബിറ്റ് അല്ല ശരിക്കും പറഞ്ഞ ഒരു മൈൻഡ് സെറ്റ് ആണ് ശരിക്കും പറഞ്ഞാല്. ഉം ആ ഓക്കെ ഓക്കെ 7 രീതിയിൽ നമ്മള് കാണേണ്ട ഒരു സംഭവം. ആ അതിൽ ഏറ്റവും ആദ്യത്തെ ബി പ്രോ ആക്റ്റീവ് ആണ്. നമ്മളാണ് എല്ലാം ചെയ്യേണ്ടത്. ഉം ആ ആ നമ്മളാണ് നമ്മളെ അധികാരി. അതെ നമ്മള് വേറെ ആൾക്കാർ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരും വിചാരിച്ച് നിൽക്കരുത്. ഒരു ആ പ്രോബ്ലം, ആ നമ്മളെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, ആ അതിന്റെ ഒക്കെ ആ കാരണക്കാര് പുറത്താണ്, വേറെ ആരെങ്കിലും ആണെന്ന് ചിന്തിക്കരുത് ഒരിക്കലും. അതിന്റെ എല്ലാം കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. ആ ആ ആ ഭൂരിഭാഗം ഒരു 90% പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ഒരു അതെ 10% നമ്മൾ കാരണക്കാരനല്ലാത്ത പ്രോബ്ലംസ് ഉണ്ടാവും. ആ അത് നമ്മളല്ല കാരണക്കാരൻ, നമുക്കൊന്നും ചെയ്യാനും ഇല്ല, അത് സോൾവ് ചെയ്യാനും ഇല്ല. അതെ അപ്പൊ അങ്ങനെ വിടുക. ഉം. അതിലെ ഫസ്റ്റ് ബി പ്രോ ആക്റ്റീവ് എന്നുള്ളതിന്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ്. നിങ്ങൾക്ക് പ്രശ്നം വിചാരിച്ചോളി, ആ ആ പ്രശ്നത്തില് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒരു അതെ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുണ്ടോ? ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക, അത് സോൾവ് ചെയ്യുക. ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല, പിന്നെ എന്തിനു ഞാൻ ബേജാറാവണം? ഒരു പ്രോബ്ലം ഉണ്ട്, അത് എനിക്ക് എന്തെങ്കിലും ചെയ്താൽ അത് സോൾവ് ആവുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ട് സോൾവ് ചെയ്യും. ആക്ഷൻ എടുത്താൽ മതി. എനിക്കൊന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു ബേജാറാണോ? ഒന്നും ചെയ്യാനില്ല. മനസ്സിലായോ? അപ്പോ ഒരു പ്രോബ്ലം ഒക്കെ വന്നാല് സ്ട്രെസ്ഡ് ആവേണ്ട കാര്യമില്ല. റിലേഷൻഷിപ്പ് പ്രോബ്ലം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളതിന്റെ ഏറ്റവും ബെസ്റ്റ് ചെയ്യാം. എന്നിട്ട് സോൾവ് ചെയ്യാൻ നോക്കുക. ചെയ്യാനില്ലെങ്കിൽ വിടുക, തീർന്ന്. നമ്മളെ പരിധിയിൽ പെടുന്ന സംഭവമല്ല അത്. നമ്മളെ ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും. അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഉമ്മയും ഒരു കുട്ടിയും കൂടി ഷൗട്ട് ചെയ്യാണ്. എപ്പോഴും ഷൗട്ടിങ് ഹാബിറ്റ് ആണ്, അനുസരണം ഒന്നുമില്ല. അപ്പൊ ഉമ്മ കുട്ടിയോട് പറയാണ്, എന്ത്, ഇവന് എന്നോട് ഒരു റെസ്പെക്ട് ഇല്ല, നേരെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കാരണങ്ങൾ പുഷ് ചെയ്യാണ്. ഇമ്മ പറയാണ് എന്റെ അല്ല പ്രശ്നം, കുട്ടിന്റെ ആണ് പ്രശ്നം. കുട്ടി പറയാണ് എന്റെ അല്ല പ്രശ്നം, ഉമ്മാന്റെ ആണ് പ്രശ്നം. ഉമ്മ എന്നോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഉമ്മ പറയും കുട്ടി എന്നോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാല് ഇമ്മ എന്ത് വിചാരിക്കണം? ഞാൻ അങ്ങോട്ട് എങ്ങനെ പെരുമാറണം നോക്കാം. അങ്ങോട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടും ഷൗട്ട് തന്നെ പ്രതീക്ഷിച്ചാൽ മതി. അങ്ങോട്ട് റെസ്പെക്ട് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് റെസ്പെക്ട് ഉണ്ടാവും. അപ്പോ ഈ പ്രോബ്ലത്തിന്റെ മൂല കാരണം പുറത്തേക്ക് പുഷ് ചെയ്താല് ഇവിടെ സൊല്യൂഷനെ പറ്റി ചിന്തിക്കൂല ആരും. ഈ പ്രശ്നത്തിന്റെ മൂല കാരണം ഞാൻ ഷോട്ട് ചെയ്തോണ്ടാണ്, എനിക്ക് അങ്ങോട്ട് റെസ്പെക്ട് ഇല്ലാത്തതുകൊണ്ടാണെന്ന് ഉമ്മ മനസ്സിലാക്കുമ്പോ അതിന് സൊല്യൂഷൻ ഉമ്മാന്റെ ഉള്ളിലായി. റെസ്പെക്ടോട് കൂടി സംസാരിച്ചാൽ മതി. റെസ്പെക്ടോട് കൂടി സംസാരിച്ചാൽ മതി. അപ്പൊ എന്താ, പ്രൊആക്റ്റീവ് ആയി നമ്മള്. റിയാക്റ്റീവ് ആവല്ല, പ്രൊആക്റ്റീവ് ആയി. നമ്മൾ ആക്ഷൻ നമ്മൾ എടുക്കും, നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കും. നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങണം, നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുക. ഫാമിലിയിൽ ഒരു ചെറിയ ഒരു ഇഷ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമല്ല, റിലേഷൻഷിപ്പിൽ എന്തൊക്കെ പ്രശ്നം, ഉമ്മ, നിങ്ങള്, വൈഫ്, എല്ലാരും കൂടി. അപ്പൊ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുക. ഇത് ഇങ്ങനെ ആവരുതല്ലോ, ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇനിഷ്യേറ്റീവ് നമ്മൾ എടുക്കുക. ഇപ്പൊ ഫാമിലിയിൽ ഒരു അഫയർ ഉണ്ട്. അഫയർ പറഞ്ഞാല് എന്തെങ്കിലും കല്യാണ പരിപാടി അങ്ങനെ എന്തെങ്കിലും, ആരും ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാത്തതെന്ന് ചോദിക്കണ്ട, നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കും. അതാണ് ഫസ്റ്റ് ഹാബിറ്റ്, ബി പ്രൊആക്റ്റീവ്. ബി പ്രൊആക്റ്റീവിൽ തന്നെ ഭയങ്കര ഒരു മാറ്റം ഉണ്ടാവും നമുക്ക്. ബി പ്രൊആക്റ്റീവ് ആയാൽ തന്നെ ഭയങ്കര മാറ്റം ഉണ്ടാവും. ഇപ്പൊ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ്, ആരും ഒന്നും സഹകരിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ചെയ്യാം മൊത്തം. നമ്മൾ ചെയ്യണ കാണുമ്പോ ഓക്കെ, നമ്മൾ ചെയ്തുകൊണ്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളൊരു ജോബിൽ വർക്ക് ചെയ്യാണ്. ജോബിൽ വർക്ക് ചെയ്യുമ്പോ നമ്മൾ ജൂനിയേഴ്സ് ആരും കറക്റ്റ് ആയിട്ട് ചെയ്യണില്ല, അത് ചെയ്യാൻ വയ്ക്കുന്നില്ല. അപ്പൊ എന്താ ചെയ്യാൻ വയ്ക്കാത്തത്? ഇത്ര പ്രായമായില്ലേ, അങ്ങനെ ഇത്ര സ്കില്ലില്ലേ, ഇത്ര എക്സ്പീരിയൻസ് ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് അത് ഷൂട്ട് ചെയ്യുന്നതിന് പകരം അത് ചെയ്ത് കാണിച്ചു കൊടുക്കുക. എങ്ങനെയാണ് ഈ സിറ്റുവേഷനിൽ ചെയ്തതെന്ന് കാണിച്ചു കൊടുക്കുക.
നമ്മൾ കാണിച്ചു കൊടുക്കുക, നമ്മൾ എക്സാമ്പിൾ ആവുക. ഫുട്ബോൾ കളിക്കുമ്പോൾ എനിക്ക് ബോളൊന്നും കിട്ടുന്നില്ല, ആരും ബോൾ തരുന്നില്ല എന്ന് പറയാതെ ബോൾ ചോദിച്ചു വാങ്ങിയിട്ട് ബോൾ ഈ ഗെയിം മൊത്തം ഞാൻ കൺട്രോൾ ചെയ്യുമെന്ന് വിചാരിക്കുക. ഈ ഗെയിം രസമില്ലല്ലോ, അപ്പൊ രസമാക്കുക, നമ്മളെ രസമാക്കുക, നമ്മൾ ലീഡ് ചെയ്തിട്ട് പ്ലേ മേക്കർ നമ്മളാക്കുക. ഈ ഒരു നമ്മളെ ഫാമിലിയിൽ ഒരുപാട് ലീഡർഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടല്ലോ, നമ്മൾ ലീഡ് ചെയ്യുക കേറി. ഫാമിലിന്റെ ചെറിയൊരു ഒരു നമ്മൾ പാസ്റ്റിൽ നമ്മൾ ശീലിച്ചു പോന്നിരുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അതായത് എല്ലാരും ജോലി നേടിയിട്ട് ഒന്നും മാറി ചിന്തിക്കാതെ ഭയങ്കര പ്രയാസപ്പെട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. അത് നമ്മൾ മാറ്റാം, നമ്മൾ ഡിസൈൻ ചെയ്യാം. ഫാമിലിയിലെ പ്രോബ്ലംസ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ, ഈ ആളുകളുടെ ചിന്താരീതികളൊക്കെ ഒന്ന് മാറ്റി ഷേപ്പ് ചെയ്യാനുണ്ടോ എന്ന് എഴുതിയിട്ട് അവർക്ക് ആ അഡ്വൈസ് ആൾ കൊടുക്കുക. ഒന്നും മാറൂല എന്നില്ല, എല്ലാം ഇങ്ങനെ മാറും. നമുക്ക് ഡിസൈൻ ചെയ്യാം കാര്യങ്ങൾ, നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും ആൾക്കാരെ. നമ്മളെ ലൈഫ് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മൾ അനുഭവിക്കുന്ന പ്രോബ്ലംസിന്റെ എല്ലാം ഉത്തരവാദി പുറത്ത് കാണുന്ന പറയരുത്. പുറത്ത് കാണുന്ന പറയുമ്പോൾ സൊല്യൂഷൻ വരെ ചിന്തിക്കില്ല. ആ സൊല്യൂഷൻ പുറത്ത് നടക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തുനിൽക്കും. അതാണ് റിയാക്റ്റീവ് മൈൻഡ് സെറ്റ്. പ്രൊആക്റ്റീവ് മൈൻഡ് സെറ്റ് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കും. അതാണ് സെവൻ ഹാബിറ്റ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ മനസ്സിലാക്കണം. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇത് സെവൻ ഹാബിറ്റ്സ് ഒരു ഹാബിറ്റ് ആണ്, ബാക്കി 6 ഹാബിറ്റുകളുണ്ട്. 6 ഹാബിറ്റ് ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അതൊരു സംഭവം. അതാണ് സെവൻ ഹാബിറ്റ്സിന്റെ ഒരു ചെറിയൊരു ഉള്ളടക്കം. അതാണ് നിൽക്കട്ടെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, നമ്മൾ വരുന്ന ഐഡിയാസ് മുഴുവൻ, കണ്ടന്റ് ഐഡിയാസ് മുഴുവൻ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. പേപ്പറിൽ എഴുതി വെക്കുക. അപ്പൊ നമുക്ക് എന്തുണ്ടാവും, നാളെ വീഡിയോ ചെയ്യാൻ നോക്കുമ്പോൾ ആ ലിസ്റ്റ് എടുത്തിട്ട് അതിൽ ഏറ്റവും ചെയ്യാൻ നമുക്ക് ആഗ്രഹം തോന്നുന്ന കണ്ടന്റ് എടുത്ത് പറഞ്ഞാൽ മതി. അത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടന്റ് എടുത്തിട്ട് അത് ഫ്രണ്ടിലേക്ക് എടുക്കുക. നമ്മള് സാധാരണ നോട്ട് എഴുതുന്ന ഭാഗമല്ലേ, ആ ഭാഗത്തേക്ക് ടൈറ്റ് ആക്കി എഴുതുക. എന്നിട്ട് അതിനെ പറ്റിയിട്ട് ഒന്ന് 2 വരി എഴുതി വെക്കുക. ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ പറയാൻ പോകുന്നത് ഹാബിറ്റ്, ഒരു നല്ല ശീലത്തിന് ഒരു എക്സാമ്പിൾ പറയും. എക്സാമ്പിൾ പറഞ്ഞിട്ട് രണ്ടാമത്തേത് അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയും. ഇനി പുതുതായിട്ട് ഒരു ശീലം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ഇനി നല്ല നല്ല ശീലങ്ങൾ ഏതൊക്കെയാണ് നല്ല നല്ല ശീലങ്ങൾ എന്നുള്ളത് അതിനെ പറ്റി പറയും. എന്നിങ്ങനെ 3-4 പോയിന്റുകൾ എഴുതി വെക്കുക. അപ്പൊ നമുക്ക് പറയാൻ കിട്ടും ഫ്ലുവന്റ് ആയിട്ട് ആദ്യം ഇത് പിന്നെ ഇത്. അപ്പൊ നല്ലൊരു സ്റ്റാർട്ടിങ് ആവും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അറ്റൻഷൻ കിട്ടും ആൾക്കാരെ. ഒരു ചോദ്യം എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മള് സ്ക്രിപ്റ്റിംഗ് തുടങ്ങണം. നമ്മള് സ്ക്രിപ്റ്റിംഗ് അപ്പൊ ടൈറ്റിലാണ് മൊത്തം എഴുതുക. ഓർമ്മ വരുമ്പോ അപ്പൊ എഴുതി വെക്കുക. അതിൽ ഏറ്റവും നല്ല ടൈറ്റിൽ എടുക്കുക, ഫ്രണ്ടിലേക്ക് എടുക്കുക, അതിനെപ്പറ്റി സ്ക്രിപ്റ്റ് എഴുതുക, അപ്പൊ തന്നെ സംസാരിക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി നമ്മളെ സംസാരം കുറച്ചുകൂടി അടിപൊളിയാവും. കാരണം അതിന് കണ്ടന്റ് നമ്മൾ ഓൾറെഡി ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ശീലം ഉണ്ടല്ലോ, ഈ ശീലം എന്തിനു സഹായിക്കും? ഒരു ട്രെയിനിങ്ങിന് പോയാൽ സംസാരിക്കാൻ വേണ്ടി സഹായിക്കും. കാരണം നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. യൂട്യൂബിൽ സംസാരിച്ച സംഭവം അതേപോലെ പോയിട്ട് അവിടെ പോയി പറയാം. ഈ സ്ക്രിപ്റ്റ് നമ്മളെ നോട്ട്ബുക്കിലുണ്ട്. നോട്ട്ബുക്കിൽ നിന്ന് അതേപോലെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് അവിടെ പോയി പറയാം. അപ്പൊ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പറയാൻ ഒരു 100 ടോപ്പിക് ഉണ്ടാവും. ഒരു 100 വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ലത് സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇപ്പൊ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ സ്റ്റോറി ടെല്ലിംഗ് പതുക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ നോക്കിയാൽ മതി. അത് ശരിയാണ്. ഞാനിപ്പോ കഴിഞ്ഞ മിനിഞ്ഞാന്ന് ബഡ്സ് സ്കൂൾ കുട്ടികളുടെ ഒരു ട്രെയിനിങ്ങിന് പോയി, അവരുടെ പാരന്റ്സിന് വേണ്ടി. ബഡ്സ് കുട്ടികളെ അറിയില്ലേ? ബഡ്സ് സ്കൂൾ എന്നാ പറയാ. ബഡ്സ് കുട്ടികള്, ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ പാരന്റ്സ് ഒരുപാട് ടെൻഷനായി നിൽക്കുകയാണ്. അപ്പം നോക്കുമ്പോ എന്താ വെച്ചാല് എല്ലാം ഇവര് ചെയ്തു കൊടുക്കണം കുട്ടികളുടെ എല്ലാം, പല്ല് തേപ്പിക്കുന്നതും എല്ലാം. കുട്ടികൾക്ക് ഇതൊന്നും ചെയ്യാൻ അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, കുട്ടികളിത് ചെയ്യുന്നുണ്ടോ ചോദിച്ചു. അതെ, ഭക്ഷണം കഴിക്കുമ്പോ താഴേക്ക് പോകുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ നോക്കും, അപ്പൊ ഞങ്ങൾ വാരി കൊടുക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊന്ന് പനി പിടിച്ച് കിടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇല്ല, പനി പിടിച്ച് കിടക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്കൊരു 75-80 വയസ്സായി നോക്കാം, അപ്പൊ ആരാ നോക്കാന്ന് ചോദിച്ചു. അപ്പൊ അവര് ആ കണ്ണിന്ന് വെള്ളമൊക്കെ വന്നു. അപ്പൊ ഞാൻ ഹാബിറ്റ് ഫോർമേഷന്റെ കാര്യം പറഞ്ഞു. ചെറിയ ചെറിയ ഹാബിറ്റുകൾ അവർ പരിശീലിപ്പിക്കുക. പല്ല് തേപ്പിക്കുന്നത്, സ്വന്തമായി ഭക്ഷണം കഴിക്കുന്നത്. അവര് താഴത്ത് പോയിക്കോട്ടെ.
എല്ലാം അവര് ചെയ്യുന്ന പെട്ടെന്നല്ല, നിങ്ങൾ ക്രമേണ 1 വർഷം കൊണ്ട് നിങ്ങൾ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാം. ഇങ്ങനെ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് ആലോചിച്ച് നോക്കി, നിങ്ങളില്ലെങ്കിൽ അവർ ജീവിക്കും. നിങ്ങൾക്ക് പനി പിടിച്ച് കിടന്നാൽ, നിങ്ങൾക്ക് ഷോൾഡർ പെയിൻ വന്നാൽ, നിങ്ങൾക്ക് കൈവേദന വന്നാൽ, പ്രായമാവുമല്ലോ, അപ്പൊ അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യും എന്ന് പറയുന്ന ഒരു സൊല്യൂഷനിലാണ് ഞാൻ. പ്ലസ് അവർക്കുള്ള കഴിവുകൾ, ചിലർക്ക് ചിത്രം വരയ്ക്കാൻ കഴിവുണ്ടാവും, അതിന് പ്രൊമോട്ട് ചെയ്യുക, ചിലർക്ക് റിപ്പയറിംഗ് ഉണ്ടാവും, അതവർക്ക് ഉപജീവനമാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സെഷൻ അവസാനിപ്പിച്ചത്. സാധാരണ ഞാൻ സെഷൻ അവസാനിപ്പിക്കാൻ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട്, ഇവിടെയും ഞാൻ ഹാബിറ്റ്സ് ആണ് ഉപയോഗിച്ചത്. ഹാബിറ്റ് ഫോർമേഷൻ നടത്തുക. അപ്പൊ അവർക്ക് സൊല്യൂഷൻ ആണ്. അതൊരു സൊല്യൂഷൻ കൊടുത്തുകൊണ്ടാണ് ഞാൻ എന്റെ ക്ലാസ് അവസാനിപ്പിച്ചത്. ഞാൻ വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി തുടങ്ങിയ ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു അത്. സൂപ്പർ എന്തെങ്കിലും പറഞ്ഞു പോകുന്ന ഒരു ദൈവം. ഇതിന്റെ അടുത്ത ലെവൽ എന്താ പറയാ, കറക്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കുക. അത് സിമ്പിൾ ആയിരിക്കണം, സ്റ്റെപ്പ് എടുക്കാൻ പറ്റിയ സ്റ്റെപ്പ് ആയിരിക്കണം. നിങ്ങൾ ആദ്യം ഇന്നൊരു കാര്യം ചെയ്തു തുടങ്ങണം. അത് സിമ്പിൾ ആയിരിക്കണം, അത് ഡൂവബിൾ ആയിരിക്കണം. അപ്പൊ എന്താ അവർക്കുണ്ട് കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, നിങ്ങൾ ഇത്രയും ഞാനിവിടെ ഒരു ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് എളുപ്പമാണെങ്കിൽ ഇതിന്റെ ഒരു പെണ്ണ് തൂക്കിയിടണം, അല്ലെങ്കിൽ പെണ്ണ് തിരയാൻ പഠിച്ചിട്ട് ഇനിയിപ്പോ പിന്നെ ചെയ്യാന്ന് ആലോചിക്കും. പക്ഷെ അവിടെ പെണ്ണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വേഗം ചെയ്യും. എളുപ്പമാക്കണം പരിപാടി. ഒരു അടി അടിച്ചിട്ട് പെണ്ണ് നോക്കിയിട്ട് കഴിഞ്ഞാൽ, ഒരു കയറിൽ പെണ്ണ് നോക്കിയിട്ട് കഴിഞ്ഞാൽ, ഞാൻ മകള് കൂടി അവൾക്ക് കേൾക്കാൻ വേണ്ടി പറഞ്ഞു, അവളെ ചെയ്യുന്ന ഒരാളാണ്. ഇത് തങ്ങളുടെ വീഡിയോ ആണ്, തങ്ങളുടെ ടെക്നിക്കാണ് നമ്മൾ ചെയ്തത്. അത് തങ്ങളുടെ ടെക്നിക്സ് ആണ്, അല്ലല്ല. അവള് പറഞ്ഞ അറ്റോമിക്സിൽ ഉള്ളതാണ്, ഇതിലുള്ളതാണ്. പക്ഷെ ഇത് തങ്ങൾ അപ്ലൈ ചെയ്ത സാധനമാണ്. അതെ. അപ്പോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മള് എഫേർട്ട് ഇടുക, പഠിക്കുക, പഠിച്ചത് അപ്ലൈ ചെയ്യുക, ഈ സ്ക്രിപ്റ്റ് എഴുതുക. കാരണം ഇപ്പോ ഒരു 2 ആഴ്ചയില്ല നമ്മള് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇതിൽ ഇംപ്രൂവ്മെന്റ് പോയിന്റ്സ് ആണ് പറയുന്നത്, ഇനി എങ്ങനെ മാറ്റാൻ പറ്റും. ഒന്നാമത്തത് സ്ക്രിപ്റ്റ് എഴുതാറില്ലായിരുന്നു, സ്ക്രിപ്റ്റ് എഴുതണം അല്ലേ? സ്ക്രിപ്റ്റ് നോട്ട്ബുക്കിൽ സ്ക്രിപ്റ്റ് എഴുതണം. അതായത് ഇതൊരു ശീലമാണ് ആക്കേണ്ടത്. അപ്പോ ഏറ്റവും മിനിമം എന്താ, സ്ക്രിപ്റ്റ് ഒന്നും എഴുതാതെ 2 വാക്ക് സംസാരിക്കുക. അങ്ങനെ ആക്കിയാൽ ഏറ്റവും മിനിമം നിങ്ങളിപ്പോ ഭയങ്കരമായിട്ട് റഷായി പോവാണ്, തിരക്ക് പിടിച്ച് പോവാണ്. അപ്പൊ ഫോൺ ഇങ്ങനെ ആക്കിയിട്ട് സ്ക്രിപ്റ്റ് ഒന്നും എഴുതാതെ 2 വാക്ക് സംസാരിച്ചാൽ മതി. പക്ഷെ പല ദിവസങ്ങളിലും നമുക്ക് ട്രെയിനിങ് ഉണ്ടാവില്ല, ഈ പെരപ്പണി ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, അപ്പൊ ഇതിന്റെ ബെസ്റ്റില് ചെയ്യണം. അപ്പൊ പ്രൊഡ്യൂസിങ് ടൈമാണ്. അപ്പൊ ഇതിന്റെ ബെസ്റ്റ് ചെയ്യൽ എങ്ങനെയാണ്, നമ്മളെ നോട്ട്ബുക്കിന്റെ ബാക്ക് എടുക്കുക, കുറെ ടൈറ്റിലുകൾ കാണും. ആ ടൈറ്റിൽ കാണുമ്പോ തന്നെ ശരിയാണ്. സൽമാൻ എന്നോട് പറഞ്ഞു, ഒരുപാട് വീഡിയോസ് ചെയ്തല്ലോ ഇപ്പോ, അതിൽ ഏറ്റവും ബെസ്റ്റ് എടുത്ത് നമുക്കൊരു വീഡിയോ ചെയ്യാനാണ്, നല്ല കിടിലായിട്ട് ചെയ്യാറ്. അപ്പൊ ഒരുപാട് ചെയ്തല്ലോ, മൈ മെന്റേഴ്സിൽ നമ്മൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാലോ, മൈ മെന്ററിൽ പോസ്റ്റ് ചെയ്യാലോ. അപ്പൊ ഈ പിന്നെ അതിൽ നിന്ന് ഒരു സാധനം എടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ഓഫീസിലൊക്കെ ഇരുന്നിട്ട് ഒരു കിടിലൻ സാധനം ചെയ്യാം. ബെസ്റ്റ്. നമ്മൾ ഓൾറെഡി കണ്ടന്റ് ഉണ്ട്, ഇഷ്ടംപോലെ കണ്ടന്റ് ആണ്. ഈ കണ്ടന്റ് ഇതിൽ നിർത്തരുത്, ഇതൊരു ഹാബിറ്റ് ആണ്. ഹാബിറ്റ് ബിൽഡ് ചെയ്തു. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം, ഒന്ന് പ്രാക്ടീസ് ചെയ്യാം, ഫേഷ്യൽ എക്സ്പ്രഷൻസും വോയിസ് മോഡുലേഷൻ, ഗസ്റ്റേഴ്സ്, ഐ കോണ്ടാക്ട്, കണ്ടന്റ്, പിന്നെ അതേപോലെ സ്ക്രിപ്റ്റ്, പിന്നെ പ്രൊഡ്യൂസിങ് ടൈം, ടൈറ്റിൽ എഴുതി വെക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതിൽ ഏറ്റവും നല്ല ടൈറ്റിൽ എടുത്ത് മുകളിലേക്ക് എടുത്തിട്ട് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിൽ ഡെലിബറേറ്റ് ആയിട്ട് നമ്മള് ടൈം കാണേണ്ട സംഭവം എന്താ വെച്ചാൽ പ്രാക്ടീസിനാണ്. നമ്മളെ ഈ മോഡുലേഷൻ അല്ലേ, ഇത് മോഡുലേഷൻ നമ്മള് പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ. പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്താ വെച്ചാൽ ഇമിറ്റേഷൻ ആണ്. കാരണം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. മറ്റേത് ഈ മോഡുലേഷൻ പ്രാക്ടീസ് ചെയ്യാം, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എപ്പോ പ്രാക്ടീസ് ചെയ്യണം, അതൊന്നും നമുക്കറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പീക്കറിനെ കണ്ടുപിടിക്കണം ആദ്യം. അതിങ്ങനെ പതുക്കെ ഇങ്ങനെ യൂട്യൂബിൽ കേറുമ്പോഴോ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള സ്പീക്കർ ഉണ്ടാവില്ലേ,
അവരെ കണ്ടുപിടിച്ചാൽ മതി. യൂട്യൂബുകാരിൽ ഞാൻ വളരെ കുറച്ചു, അതായത് യൂട്യൂബിനെ തന്നെ ഒരുപാട് കുറച്ചു. എന്നിട്ട് ഈ റീഡിങ്ങിലേക്ക് കൂടുതൽ സമയം കൊടുത്തു. ഡീപ്പ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ് പിന്നെ കാണുക. പിന്നെ ഇതിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തിയുടെ കൂടെ ഇഷ്ടമുള്ള പ്രവൃത്തി ചേർത്ത് വെക്കുക. എനിക്ക് അയൺ ചെയ്യാന്നുള്ള ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ഇസ്തിരി ഇടാൻ. അപ്പൊ ഞാൻ ഇസ്തിരി ഇടുമ്പോ എന്ത് ചെയ്യും, യൂട്യൂബ് ഓൺ, ഡീപ്പ് വർക്ക് ഓൺ ചെയ്യും, എന്നിട്ട് അത് കേൾക്കും. അപ്പൊ ഞാൻ അതിലേക്കാ ശ്രദ്ധിക്കുന്നത്. ഇസ്തിരി അതിന്റെ ഭാഗമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യും, ഒരു 5 ഷർട്ട് 7 ഷർട്ടൊക്കെ ഇസ്തിരി ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇസ്തിരി അവിടെ നടന്നത് മാത്രം, ഇസ്തിരി അല്ല അവിടെ നടന്നിട്ടുള്ളത്. ഞാൻ ഈ ഡീപ്പ് വർക്കായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് അവിടെ കേട്ട്, അപ്പൊ എനിക്ക് ഇസ്തിരിയുടെ ഇഷ്ടമാണ്. ഇതിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്, ഹാബിറ്റിന്, അതായത് ചില ഹാബിറ്റിന് ചിലതിനോട് പാക്ക് ചെയ്യാം. അത് നല്ല സാധനമാണ്. അപ്പൊ അത് കാരണം ഇസ്തിരിയുടെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മളായി ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു സംഗതി ഇല്ല. അതിനേക്കാൾ നല്ല ഇതിലേക്ക് ഫോക്കസ് കൊടുക്കാല്ലേ. വീഡിയോ കാണാനൊക്കെ കേട്ടാൽ മതി. നമുക്ക് ആ വീഡിയോ, ആ സമയം അവിടെ സ്പെൻഡ് ആയി, എന്റെ അയണിങ് അവിടെ കഴിഞ്ഞു. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് പുട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടല്ല തിയേറ്ററിൽ ആളുകൾ സിനിമ കാണാൻ പോകുമ്പോ ആൾക്കാർ ഇന്റർവെല്ലിന് ഇറങ്ങി പോകണം എന്തിനാണ്, ഈ കടകളിൽ പോയിട്ട് സാധനം മേടിച്ചോണ്ട് തിന്നാനാണ്. ശരിക്കും അതിന്റെ ആവശ്യമില്ല, അത് അൺഹെൽത്തി ആണ്. പക്ഷെ അങ്ങനെ ഹാബിറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. ഇന്റർവെല്ലിന് വിട്ടാൽ ഐസ്ക്രീം കഴിക്കണം. പഴയകാല സമയത്ത് നമ്മൾ തിയേറ്ററിൽ പോവുകയും സിനിമ കാണുകയും ചെയ്ത എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. നമ്മളുടെ ഒക്കെ കഴിഞ്ഞ കാലങ്ങളുണ്ടല്ലോ, അതാ പറഞ്ഞത്. അതിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. ഇത് ജെയിംസ് ക്ലിയർ. ഞങ്ങൾക്ക് ഒരു സ്പീച്ച് അയച്ചുതരാം. ഇപ്പൊ അത് എങ്ങനെയുണ്ട് നോക്കി. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സ്പീച്ചാണ്. ആ സ്പീച്ച് ഞാൻ ഒരുപാട് കാലം ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പാരന്റ്സിനോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ ലിങ്ക് ഞാൻ അയച്ചുതരാം. അത് മാത്രമേ ഒന്ന് യൂട്യൂബിൽ കണ്ടാൽ മതി. അപ്പോ നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആയിക്കണം നോക്കുക. അതിൽ ഐക്യൂനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഐക്യു, ഇന്റലിജന്റ് ക്വസ്റ്റ്യനെ പറ്റിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോ എനിക്ക് അത് കണ്ടപ്പോ അതുപോലെ സംസാരിക്കണം തോന്നുക. മനസ്സിലായ? കാരണം അത് ഭയങ്കര ഇൻഫ്ലുവൻസിങ് ആണ്. ഫുള്ള് 40 മിനിറ്റും കേട്ടിരുന്നു ഞാൻ. സാധാരണ ഒരു വീഡിയോ യൂട്യൂബിൽ 40 മിനിറ്റ് ഇരിക്കാന്ന് പറഞ്ഞാല് അത് കുറച്ച് സംഭവല്ലേ. അപ്പോ അതേപോലെ ഹാൻഡും ഫേസും ചിരിയും ഇതൊക്കെ പ്രാക്ടീസ് ആണ് ശരിക്കും പറഞ്ഞാല്. യൂട്യൂബ് ചെയ്യുന്നതോടുകൂടി ഇതൊക്കെ കിട്ടും നമുക്ക്. ക്യാമറയുടെ മുന്നിൽ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു റിയൽ ക്രൗഡിന്റെ മുന്നിൽ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ കഴിയും. നമ്മൾ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് സംസാരിക്കാൻ കഴിയും ശരിക്കും പറഞ്ഞാല്. അപ്പൊ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് കറക്റ്റ് ഐഡിയ നിങ്ങൾക്ക് തരാനില്ല. കാരണം നിങ്ങൾക്ക് ഒരു റോൾ മോഡൽ സ്പീക്കർ ഇതുവരെ ഇല്ല. റോൾ മോഡൽ സ്പീക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പീക്കേഴ്സ് ഒരുപാടുണ്ടാവും, ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരില്ലേ. എന്തുകൊണ്ട് അവർ എനിക്ക് സ്പീക്കറിൽ വ്യത്യസ്ത സബ്ജക്റ്റുകളിലാണ് ഞാൻ വാച്ച് ലൈറ്ററിൽ ഡിഫറെന്റ് സബ്ജക്ട് ഈ ഡീപ്പ് വർക്കായിട്ട് എടുക്കും, ഹാബിറ്റ് ആയിട്ട് എടുക്കും. എന്നിട്ടൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഇതിലിടും. എന്നിട്ട് ഇരിക്കുന്ന അവസരങ്ങളിൽ ഞാനത് കേൾക്കാൻ ശ്രമിക്കും. അതുണ്ട്. പക്ഷെ അതുണ്ട്, നിങ്ങൾ പറഞ്ഞില്ലേ സബ്ജക്റ്റിലാണ് ഫോക്കസ് എന്ന്. സബ്ജക്ട് ഒരുപാട് സബ്ജക്ട് ഉണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ വി പ്രസന്റ്. നമ്മൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യണമെന്നുള്ളതാണ്. നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിൽ നിന്ന് പ്രസന്റേഷൻ വരുന്നുണ്ടോ, നമ്മളെ ഉള്ളിന്റെ ഉള്ളില് നമ്മൾ അതിന്റെ ബോധ്യം മനസ്സിലാക്കിയതിന് ശേഷം നമ്മളെ ലൈഫിൽ അപ്ലൈ ചെയ്ത് റിസൾട്ട് കിട്ടിയ സംഭവം മറ്റുള്ളവർക്കും കൂടി കിട്ടണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി ഒരു കാര്യം മനസ്സിനെടുത്ത് സംസാരിക്കുമ്പോൾ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ കറക്റ്റ് വരും. ഫേഷ്യൽ എക്സ്പ്രഷൻസ് വന്നാല് അല്ലെങ്കിൽ കയ്യും കാലൊക്കെ അതേ രൂപത്തിൽ ചലിപ്പിച്ചാല് നമ്മൾ ഓഡിയൻസ് അത് കേൾക്കും. നമ്മൾ കേൾക്കും, അതൊരു ഹാബിറ്റ് ആക്കി മാറ്റുക. നമ്മളെ ഒരു ഓഡിയൻസിന്റെ ഹാബിറ്റ് ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ അവരെ ഒരു കാര്യം കേൾപ്പിക്കണമെങ്കിൽ സിമ്പിൾ ആണ്, ജസ്റ്റ് പറഞ്ഞാൽ മതി. പക്ഷെ അവർ സീരിയസ് ആയിട്ട് കേട്ടിട്ട് ഫുൾ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റോറി ടെല്ലിങ് രൂപത്തിൽ പറഞ്ഞാൽ മതി. പക്ഷെ അവരുടെ ഇപ്പത്തെ ഉള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റ് വരെ മാറ്റണം എന്നുണ്ടെങ്കിൽ അതൊരു ഇൻഫ്ലുവൻഷ്യൽ ടോക്ക് ആകണം. നമ്മൾ മനസ്സിന് ആത്മാർത്ഥത്തോടു കൂടി പറയണം. അത് പറയണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആവണം. അത് പ്രാക്ടീസ് ചെയ്യണം. അത് പ്രാക്ടീസ് ചെയ്യാൻ എങ്ങനെ? ഇപ്പൊ നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാണ്ട് കുറെ സബ്ജക്റ്റുകൾ നമ്മൾ ഓൾറെഡി സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചു.
അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാലും ചിലപ്പം പറയാൻ കഴിയില്ല യൂട്യൂബിന് മുന്നില്. ഒരുപാട് എന്നും പറഞ്ഞാലേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ഒരു ടീച്ചർ ആവുന്നത് എന്നും പഠിപ്പിക്കുമ്പോഴാണ്. എന്നും പഠിപ്പിച്ച പോരാ, രാവിലെ 6 മണി മുതൽ 9 മണി മുതൽ 6 മണി വരെ നിർത്താതെ പഠിപ്പിക്കും. അത്രയും അറ്റോമിക് ഹാബിറ്റ്സ് പറഞ്ഞാൽ എന്താ ചെറിയ സംഭവമല്ലേ, 2 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന സംഭവം. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഭയങ്കര വലിയതാവുന്നത്? അങ്ങനെയല്ല. ഹാബിറ്റ് ബിൽഡ് ആയാല്, അത് ഇഷ്ടമായാല് പിന്നെ ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ അത്രയും ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പൊ നമ്മള് ഇപ്പൊ എന്ത് ചെയ്യണം? ഡെയിലി പ്രൊഡ്യൂസെങ്കിലും ചെയ്യണം, ഡെയിലി യൂട്യൂബിൽ പഠിപ്പിക്കെങ്കിലും ചെയ്യണം. നമ്മളെ സംഭവം ഒരു ട്രെയിനിങ് ആയതുകൊണ്ട്, എന്നും ട്രെയിനിങ് കിട്ടാത്തതുകൊണ്ട് തന്നെ, എന്നും പ്രൊഡ്യൂസിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡ്യൂസിങ്ങിന് പറ്റിയ സന്ദർഭങ്ങൾ നമ്മൾ ഉണ്ടാക്കണം, നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനിപ്പോ യൂട്യൂബ് ഉണ്ട്. യൂട്യൂബിലും ഒരുപാട് ഓഡിയൻസ് ഉണ്ട്, അവരൊക്കെ ഇരുന്ന് കേൾക്കും. അപ്പൊ അത് പറഞ്ഞ് നമ്മളെ പറയാനുള്ള കപ്പാസിറ്റി, പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടും. അതിന് ഉള്ള ഇന്ന് പറഞ്ഞ മെത്തേഡാണ് ഒന്ന് ഇമിറ്റേഷൻ മെത്തേഡ്. വേറെ ആളെ നമ്മളെ ഫേവറേറ്റ് സ്പീക്കർ എടുത്തിട്ട് ഇമിറ്റേറ്റ് ചെയ്യുക. രണ്ടാമത്തത് സ്ക്രിപ്റ്റ് എഴുതുക, ടൈറ്റിൽ എഴുതുക, സ്ക്രിപ്റ്റ് എഴുതുക. ഇതൊക്കെ എപ്പോ ഫുള്ള് ഫ്രീ ആവുമ്പോ. തീരെ ബിസി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സെൽഫി ഓപ്പൺ ആക്കിയിട്ട് മനസ്സിലേക്ക് വരുന്ന ടോപ്പിക് പറയാം. അത് 1 മിനിറ്റ് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ 30 സെക്കൻഡ് ആയാലും മതി ബിസി ആവുമ്പോ. അപ്പൊ ഇന്നത്തെ ആക്ഷനബിൾ സ്റ്റെപ്പ് പറഞ്ഞാല്, ഒരു നല്ല സ്പീക്കറെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക, അത് ചെയ്ത് തുടങ്ങുക. അതിന്റെ കൂടെ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങുക. നമുക്ക് വരുന്ന ഐഡിയാസ് മുഴുവൻ, ഓവർ തിങ്കിങ് ഐഡിയാസ് മുഴുവൻ ഒരു ഭാഗത്ത് എഴുതിയേക്കുക. ഈ ഒരു ഐഡിയ പ്രസന്റ് ചെയ്താൽ കുഴപ്പമില്ല, അത് എഴുതിയേക്കുക. രണ്ടാമത്തെ എഴുതിയേക്കുക, മൂന്നാമത്തെ എഴുതിയേക്കുക. എന്നിട്ട് ഒരു ദിവസം വീഡിയോ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക് എടുത്തിട്ട് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാല് 3 ലൈന് മതി. ഫസ്റ്റ് ഇത് പറയും, സെക്കൻഡ് ഇത് പറയും, തേർഡ് ഇത് പറയും, അത് മതി. ആ ലൈന് ഓർമ്മ വന്നാൽ അതിനെ പറ്റിയിട്ട് ഒരു 5 വാക്ക് പറയാൻ കഴിയും നമുക്ക്. പിന്നെ അടുത്തത് രണ്ടാമത്തെ ലൈനിനെ പറ്റിയിട്ട് 5 വാക്ക് പറയാൻ കഴിയും, മൂന്നാമത്തെ ലൈനിനെ പറ്റിയിട്ട് 5 വാക്ക്, അത്ര മതി. അതാണ് സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റിന്റെ ഏറ്റവും ബേസിക് ഫോം അതാണ്. അത് സിമ്പിൾ ആണ്, സിമ്പിൾ സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാല് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഒരു നമ്മൾ വഴി തെറ്റി പോവല്ല, 1% ഇമ്പ്രൂവ് ആണ്. അത് ഇപ്പോ ഈ ഒരു സെഷനിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് അതാണ്, ഈ ഒരു സംഭവം. പിന്നെ വേറെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെ പോകുന്നു? മെന്റൽ സ്പേസിൽ വർക്കിനെ പറ്റിയിട്ടുള്ള ചിന്തകളും ഫാമിലിനെ പറ്റിയിട്ടുള്ള ഫാമിലിന്റെ കാര്യങ്ങൾ നോക്കുന്ന ചിന്തകളും യുണീക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് അത് പറഞ്ഞു പറയാം. അത് ഏകദേശം പിന്നെ ഞാൻ മറ്റേ ആ ഒരു ഓവർ തിങ്കിങ് പ്രശ്നം വന്നിരുന്നു. അപ്പൊ അവിടെ ചെയ്ത മെത്തേഡ്, പിന്നെ ജേർണലിംഗിൽ ചെയ്ത എന്താ വെച്ചാല്, പരമാവധി നമ്മൾ ആ പറഞ്ഞ 9 to 30 9 ഉറങ്ങി 3:30 എഴുന്നേൽക്കുക എന്ന ശീലം ഉണ്ടല്ലോ, അത് ഒരു 4:30 ഞാൻ എഴുന്നേൽക്കുന്നു. ചിലപ്പോ 4 എഴുന്നേൽക്കും, ചിലപ്പോ 4:30 എഴുന്നേൽക്കും. എഴുന്നേറ്റ ഉടനെ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ തന്നെ പിന്നെ പോയി തിരിച്ചു വന്ന് തഹജ്ജുദ് നിസ്കരിക്കാനുള്ള സമയം ഞാൻ നിസ്കരിക്കും. നിസ്കരിച്ച ഉടനെ ആ ടു ഡു ലിസ്റ്റ് ആണ് പിന്നെ ചെയ്യുക. മൈൻഡിൽ ഔട്ട് ചെയ്യുന്ന വരുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് എഴുതും. അതായത് എനിക്ക് കുറെ പണിക്കാര്, കുറെ പ്രശ്നങ്ങള്, വീടിന്റെ പണിക്കാര്, പിന്നെ കട്ടില് പോയി വെക്കണം, ഡൈനിങ് ടേബിൾ പോയി വെക്കണം, എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം എന്നിട്ടല്ല. അപ്പൊ ഓരോന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യും. എന്നിട്ട് ഓരോന്നിനും ടൈം ഇടും. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയും, ഈ ടൈമിലൊന്നും ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇത് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എഴുതി വെക്കും. പിന്നെ വാട്സാപ്പിന് ഒരു സമയം കണ്ടെത്തും. ഇപ്പൊ ഞാൻ ഇവിടെ 7:15 അല്ലേ, ഇവിടെ 8:30 എഴുതും, എന്നിട്ട് സ്പേസ് ഇടും. എന്നിട്ട് ഞാൻ 10:30 എഴുതും, സ്പേസ് ഇടും. പിന്നെ 12:30 എഴുതും, സ്പേസ് ഇടും. പിന്നെ ഞാൻ 2:30 എഴുതും, സ്പേസ് ഇടും. പിന്നെ ഞാൻ 4:30 എഴുതും, സ്പേസ് ഇടും. 6:30 എഴുതും, സ്പേസ് ഇടും. 7:30 എഴുതും, സ്പേസ് ഇടും. പിന്നെ സ്പേസ് ഇല്ല, 7:30 ലാസ്റ്റ് ടൈം. എന്നിട്ട് 8:30 ഞാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ ഇപ്പൊ ബൈക്കും ഇങ്ങനെ പോവാണ്. അപ്പൊ പെട്ടെന്ന് ആഷിഖ് താങ്കളോട് ചോദിച്ചു നോക്കിയാലോ, അതിനു വേണ്ടി ഞാൻ വാട്സാപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് 10:30 ഞാൻ സ്ലോട്ട് ഉണ്ട് വാട്സാപ്പിൽ.
ആ സമയത്ത് ഞാൻ എഴുതും. ആഷിദ്ദാനോട് ഇന്ന കാര്യം ചോദിക്കണം. ഇപ്പൊ 10 അത് വാട്സപ്പ് ടൈം കഴിഞ്ഞു. പിന്നെ വൈകുമ്പോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധനങ്ങൾക്ക് വീട് പണിയിട്ട് ബന്ധപ്പെട്ട് പോവാണ്. അപ്പം വേറെ ആള് പറഞ്ഞു, നീ ഒന്ന് ചോദിച്ചു നോക്കണം കേട്ടോ അവരോട്, മറ്റാളോട് ഒരു കാര്യം ചോദിച്ചു നോക്ക്, വോയിസ് അയച്ചു നോക്കുക. അപ്പൊ ഞാൻ എഴുതും ഇന്ന സമയത്ത് ചെയ്യണം. എല്ലാ ഇതിലും റെക്കോർഡഡ് ആയിരിക്കും. അപ്പൊ എന്താ, എനിക്ക് അതിന് വേണ്ടി വാട്സപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എല്ലാം ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യും. എന്നിട്ട് ടൈം ഓറിയന്റഡ് ആയിട്ട് എല്ലാം ചെയ്യും. ഇപ്പൊ വീഡിയോ പോസ്റ്റിംഗ് ആണെങ്കിൽ ചിലപ്പോൾ വീഡിയോ ഞാൻ ചിലപ്പോൾ 7 മണിക്ക് ചെയ്ത വീഡിയോ ആയിരിക്കും, ഞാൻ 8:30 പോസ്റ്റ് ചെയ്യാം. കാരണം ഞാൻ 8:30 വാട്സാപ്പ് എടുക്കാം. കാരണം എന്റെ ഷെഡ്യൂൾ തിരക്കുകൾ ആ രീതിയിലാണ്. പക്ഷെ കാണുന്നവർക്ക് ഞാൻ 8:30 പോസ്റ്റ് ആയി എന്നുള്ളതാണ്. ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ടാവും. നല്ല മെത്തേഡാണ്. ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാൻ ഞാൻ കണ്ട മെത്തേഡ്. ഇത് വേറെ ഡീപ് വർക്കിലൂടെ പഠിച്ചില്ല, ഞാൻ എന്നിലൂടെ കണ്ടെത്തിയ മെത്തേഡ്. എഴുതാം, വരുന്ന പ്രശ്നങ്ങളെല്ലാം എഴുതുക, മനസ്സിൽ വരുന്നതെല്ലാം എഴുതുക, ഉള്ള തോട്ട്സ് എല്ലാം എഴുതുക. എഴുതി വെച്ചപ്പോ ഇറങ്ങിപ്പോയ പോലെ ഞാൻ അങ്ങനെ ആലോചിച്ചു, അവന് ചിന്തിക്കേണ്ട രീതിയിലുണ്ടല്ലോ, സമാധാനായി എന്നാലോചിക്കും. അപ്പൊ എന്താ വെച്ചാൽ ഇവിടുന്ന് വാഷ് ഔട്ട് ആയിപ്പോയി. പിന്നെ ഇത് പരമാവധി അപ്ലൈ ചെയ്യുന്നുണ്ട്. 7:30 7 മണിക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്യും, കംപ്ലീറ്റ് പ്രോസസ് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് പിന്നെ ഫാമിലിയുടെ കൂടെ, ഇപ്പൊ പിന്നെ വീട് പണി ആയതുകൊണ്ട് അതിന്റെ ഓട്ടങ്ങൾ ഷോപ്പിലേക്ക് മറ്റൊക്കെ പോകേണ്ടതുണ്ടായതുകൊണ്ടും എന്നാലും കോൾ ചെയ്യലും മക്കളായിട്ടായാലും ഒക്കെ ഇരിക്കും, ഫാമിലി ആയിട്ട് ഇരിക്കും. ഒരു 9:00 ഞാൻ എൻ്റെ ഉറക്കത്തിലേക്ക് പോകും. മറ്റ് ഡിസ്ട്രാക്ഷൻസ് 8 മണിക്ക് തന്നെ സ്ക്രീൻ ഓഫ് ചെയ്യാന്നുള്ളൊരു സംവിധാനത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അൽഹംദുലില്ലാ അങ്ങനെയൊക്കെ റിസൾട്ട് ഉണ്ട്. റിസൾട്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും കൂടി ക്ലാസ് ആവശ്യപ്പെടുന്നത്. ഈ ഓവർ തിങ്കിങ് പ്രശ്നം എഴുതി വെച്ചപ്പോ സോൾവ് ആവാനുള്ള കാരണം എന്താ പറയാ, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തു, നിങ്ങൾ സംഭവം പ്രൊഡ്യൂസ് ചെയ്തു. ഇതുവരെ ഈ മെന്റൽ സ്പേസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ആക്ഷൻ എടുത്തിട്ട് ആ സംഭവം പ്രൊഡ്യൂസ് ചെയ്തു, അത് പ്രോഡക്റ്റ് ആയി. അത് വീണ്ടും വീണ്ടും റീയൂസബിൾ ആണ്. ആ പ്രൊഡക്റ്റ് ആണ് നോട്ട്ബുക്കിലുള്ള ഇൻഫർമേഷൻ. ഞാൻ അങ്ങനെ എഴുതി തന്നെച്ചാ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമ്മൾ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കണം. അതെ, ഞാൻ ചെയ്യുന്നുണ്ട്. അതാ ഉദ്ദേശിച്ചത്. ഞാൻ ലാപ്ടോപ്പിലാണ് ചെയ്യുന്നത്. ലാപ്ടോപ്പില് ഇപ്പൊ ഞാൻ ഒരുപാട് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എപ്പോഴും ലാപ്ടോപ്പ് ഉപയോഗിക്കൂല, ഞാൻ എപ്പോഴും ലാപ്ടോപ്പ് ഉപയോഗിക്കും. അപ്പൊ എന്ത് ചെയ്യും, നോഷനില് വരുന്ന ടാസ്കുകൾ മുഴുവൻ അപ്പൊ എഴുതിക്കും, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ എഴുതി വെച്ചാല് കുറെ കാര്യങ്ങൾക്ക് നമുക്ക് നമ്മളെ ബ്രെയിനിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ബ്രെയിൻ മുഴുവനായിട്ടും നമ്മളെ ക്രിയേറ്റിവിറ്റിക്ക് ഉപയോഗിക്കാം. മറ്റേ എല്ലാം നമ്മൾ ബ്രെയിൻ ഇട്ട് ആലോചിക്കുകയാണ്, ഇതെന്താ ചെയ്യാ, അതെന്താ ചെയ്യാ, മറ്റേന്താ ചെയ്യാ, മറിച്ച് എന്താ ചെയ്യാന്നുള്ളതിൽ. ഇപ്പൊ എന്റെ മകൾക്ക് കൂടുതൽ ആലോചിക്കണ്ട, അവൾക്ക് നോക്കിയാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ഇരുന്ന് ആലോചിക്കണ്ട, ഞാൻ എന്താ ചെയ്യേണ്ട ആയിക്കോക്കെ നോക്കിയാൽ പിന്നെ ഫ്രീ ആയി, ബ്രെയിൻ ഫ്രീ ആയി, അവളുടെ തലച്ചോറ് ഫ്രീ ആയി. ഈ കാര്യം പറയാൻ ഓർമ്മ ഉണ്ടായിരുന്നില്ല അവളോട്. ഞാൻ ചെയ്തിരുന്നാണ്. നമ്മൾ ഫസ്റ്റത്തെ ഏർലി സ്റ്റേജിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ചിലപ്പോ പറയാൻ ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഇപ്പൊ നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുന്നത് യൂട്യൂബ് വീഡിയോ ഒക്കെയാണ്. ഇപ്പൊ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് യൂട്യൂബ് വീഡിയോ വെക്കും. അപ്പൊ ഒരു വീഡിയോ ആയിട്ട് അവിടെ അതിനെ പറ്റി ചിന്തിക്കൂല. അപ്പൊ ഈ ഹൈ ലെവലിലാണ് നമ്മളുള്ളത്. അതിന്റെ ഒരു ബേസിക് ലെവലാണ് ഈ ബുക്കിൽ ഇങ്ങനെ എഴുതിയേക്കാന്നുള്ളത്. ജേർണലിംഗ്. അപ്പൊ എന്റെ ജേർണലിംഗ് എന്താണ്, യൂട്യൂബ് സ്ക്രിപ്റ്റും യൂട്യൂബ് വീഡിയോ ആണ്. വീഡിയോ ജേർണലിസം ആയിട്ടുണ്ട്. മനസ്സിലായി. അതന്നെ. അപ്പൊ ഈ ഇതില്ലേ എഴുതിയേക്കുന്നത് ഇതൊക്കെ ഓരോരോ അതൊക്കെ കണ്ടോ, അതൊക്കെ ഫുള്ള് ഓരോരോ ഇഷ്യൂസ് ക്ലിയർ ചെയ്ത് ടിക്ക് ചെയ്ത് ഇതന്നെയാണ് ചെയ്യേണ്ടത്. ഫുള്ള് നിറയെ ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓരോ ദിവസത്തെ ഫുള്ള് എന്ത് ചെയ്തു. നമ്മള് ഗോൾ സെറ്റിംഗ് തുടങ്ങിയിട്ടില്ല. നമ്മള് ഗോൾ സെറ്റിംഗ് ഒരു സെക്ഷൻ ഉണ്ട്. ഗോൾ സെറ്റിംഗിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇന്നലെ എനിക്കൊരു കോള് വന്നിരുന്നു. പുള്ളി എന്നെ നിരന്തരമായി വിളിക്കും. അതായത് പെട്രോൾ എഞ്ചിൻ CNG ആക്കാൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റമറാണ്, ഒരു സെയിൽസ് സ്റ്റാഫാണ് പുള്ളി. അപ്പൊ പുള്ളി ഇന്നലെ എന്നെ ഡയറക്റ്റ് വിളിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ പിന്നെ വിളിക്കാം, ആരൊക്കെ മനസ്സിലായി പുള്ളി എന്നെ ഇതിന് വേണ്ടി. അപ്പൊ അതിലല്ല ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു പറഞ്ഞു. ഇന്നലത്തെ വീഡിയോ ഹാബിറ്റ് ഫോർമേഷൻ.
എനിക്കൊരു പ്രശ്നമുണ്ട് സാറേ, എനിക്കത് ക്ലിയർ ചെയ്ത് ചോദിച്ചു. ഞാൻ ഡിപ്രഷന്റെ വക്കിലാണ്, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ പറയാം എന്ത് പറ്റിയെന്ന് വെച്ചാല് അതൊക്കെ പറയാ. അപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ തരുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഐ ആം നോട്ട് എ ട്രെയിനർ, ഐ ആം നോട്ട് എ സൈക്കോളജിസ്റ്റ്, ഐ ആം നോട്ട് എ കൗൺസിലർ, ഐ ആം എ ട്രെയിനർ. എത്രത്തോളം സൊല്യൂഷൻ തരാൻ എനിക്ക് അറിയില്ല. അപ്പൊ അല്ല, എന്തെങ്കിലും നിങ്ങളെ കാണുന്നത്, നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾ എങ്ങനെയാണ് ഈ രണ്ട് കാലും ഇതായിട്ട് ലൈഫിനെ കൊണ്ടുപോകണം നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. പിന്നെ അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കാം, തങ്ങളുമായിട്ട് അദ്ദേഹത്തെ കണക്ട് ചെയ്താൽ ഒരു പുതിയ ക്ലയന്റ്, ഒരു ന്യൂ ക്ലയന്റ് തങ്ങൾക്ക് വന്നാൽ അപ്പം എനിക്കിപ്പോ തോന്നുന്നത് എന്താ വെച്ചാല്, എന്നെക്കാൾ കൂടുതൽ തങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നില്ലാണ്. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഇരിക്കാം, നിങ്ങൾ വരൂ, നേരിട്ട് ഓഫ്ലൈനായിട്ട് ഇരിക്കാം, എന്നിട്ട് ഞാൻ തങ്ങളെ പരിചയപ്പെടുത്തുക അവർക്ക്, തങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന. അപ്പൊ ഞാൻ ആ ഇഷ്യൂസ് പറഞ്ഞു തന്നാല് തങ്ങൾക്ക് അതൊരു സെഷനായിട്ട് എടുക്കാം. ഞാൻ പറഞ്ഞു ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ രീതിയിലാണ് ഉള്ളത്. പിന്നെ പുള്ളി ഓൾറെഡി കുറെ കടങ്ങളിലും കുറെ പ്രയാസങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. എന്നാലും നമുക്ക് അത് നമുക്കൊരു സംഗതി കൊടുക്കാൻ നമുക്കും ഇത് പറയുമ്പോഴല്ല നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഇൻട്രസ്റ്റ് അല്ല, ഇവിടെ തയ്യാറാവുന്ന അപ്പോഴല്ല, ആരും തയ്യാറാവുന്ന അപ്പോഴാണ്. അപ്പൊ അതിലേക്കൊരു ആളെ കൂടി പുട്ട് ചെയ്ത് തരാന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം, ഒരാളെ ബുദ്ധിമുട്ട് നമുക്ക് തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. അതെ 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 അതെ. പുള്ളിയെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സെഷനൊക്കെ വെച്ച് കഴിഞ്ഞാല് പുള്ളി വീക്കിലി ആയിട്ടോ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പുള്ളിയുടെ പ്രശ്നങ്ങളെ പഠിച്ചെടുക്കാൻ കഴിയും. പുള്ളി ഒരു സാധാരണക്കാരനാണ്. അപ്പൊ ആ ലെവലിലേക്ക് നമ്മള് ഒന്ന് ഇറങ്ങിയാൽ മതി, ആ രീതിയില്. ശരിക്കും പറഞ്ഞാല് നിങ്ങൾക്ക് തന്നെ മെന്റർ ചെയ്യാം അല്ലെ? ശരിക്കും പറഞ്ഞാല് മെന്റർ ചെയ്യാം. പേഴ്സണൽ മെന്ററിംഗ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. പക്ഷെ എന്താ അറിയോ, ഞാൻ ആദ്യം എന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതല്ല, നമ്മള് ഒരു കാര്യമുണ്ട്, പഠിക്കുമ്പോ തന്നെ പഠിപ്പിക്കണം. അത് പറ്റും. പഠിച്ച കാര്യങ്ങൾ തന്നെ പഠിപ്പിക്കണം. നിങ്ങൾക്ക് പറഞ്ഞെടുക്കാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ അവരോട് പറഞ്ഞെടുക്കണം. നിങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഫാമിലിയിൽ അപ്ലൈ ചെയ്യണത്, എന്റെ മക്കളിലൂടെയാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്റെ ഫാമിലിയിൽ അപ്ലൈ ചെയ്യാണ് ഞാൻ. അവർക്കൊരു എളുപ്പമാണ് കാര്യങ്ങൾ. അവർക്ക് കളിക്കാൻ സമയം വേണം, പഠിക്കാൻ സമയം വേണം, ഫാമിലിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാം, ബുക്ക് വായിക്കാൻ എല്ലാത്തിനും ഒരു സമയം വേണം. അങ്ങനെ അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കൊടുക്കാണ്ടോ എന്ന് ചിന്തിച്ചു നോക്കി. ആ ഒരു പ്രശ്നങ്ങൾ ഇപ്പോ മൂപ്പരും ആത്മഹത്യന്റെ വക്കീലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മഹത്യന്റെ വക്കീലല്ലോ. അപ്പൊ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്ടാവും. കാരണം മൂപ്പരെ അപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ 2 പേരും 3 പേരും കൂടി ഇരിക്കുന്ന ഒരു സെഷൻ ആക്കണ്ടി വരും ഓൺലൈനിൽ. ആസിംതങ്ങൾ കുറച്ച് കാര്യങ്ങൾ പുട്ട് ചെയ്യുന്നു, അതിന്റെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ മൈമെന്റർ എന്നുള്ള നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക്. 3 ആളാവുമ്പോ എന്താ അറിയോ, 3 ആളാവുമ്പോ മനസ്സ് തുറക്കൂല, പുള്ളി കൺഫ്യൂസ്ഡ് ആവും, മനസ്സ് തുറക്കൂല. അതുണ്ട്. മാത്രല്ല ഒരു ഡിസിഷൻ ആവൂല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പുള്ളി കൺഫ്യൂസ്ഡ് ആവും. അതായത് എന്തായാലും ഞാൻ പറയുന്നത് സെയിം ആണെങ്കിലും ഒരു വഴി വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് അതിന്റെ പേഴ്സണൽ മെന്ററിംഗില് 1 to 1 ഏറ്റവും നല്ലത്. നിങ്ങൾ കാര്യം ചെയ്യോ, അത് നിങ്ങൾ തന്നെ മെന്റർ ചെയ്യാൻ നോക്കി. അതല്ല ഏറ്റവും നല്ലത്. നിങ്ങളൊന്ന് മെന്റർ ചെയ്യാൻ നോക്കി. ഓഫ്ലൈനായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് ആദ്യം ലിസൺ ചെയ്യണം. ഈ 7 ഹാബിറ്റ്സിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹാബിറ്റ് ആണ് ഫസ്റ്റ് ലിസൺ ടു അണ്ടർസ്റ്റാൻഡ് ദെൻ സ്പീക്ക്. അതായത് മറ്റുള്ളവർ പറയുമ്പോ അവരെ മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കണം, എന്നിട്ട് സംസാരിക്കുക. അപ്പൊ ഏറ്റവും നല്ല ലീഡേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ചാല് അവര് മിണ്ടാതിരിക്കുക ചെയ്യുക. ഒരുപാട് നേരം മിണ്ടൂല, എല്ലാവരും പറഞ്ഞ് കേൾക്കും. കേട്ട് ഇപ്പോ അവര് പറഞ്ഞ തെറ്റാണ്, പൂർണ്ണമായിട്ട് തെറ്റായാലും അത് കേട്ടിരിക്കും, കേട്ട് മനസ്സിലാക്കാൻ നോക്കും. അപ്പോ നമ്മളാണ് ശരി, 2 അഭിപ്രായങ്ങളാണ്. എനിക്കൊരു അഭിപ്രായമുണ്ട്, ഓപ്പോസിറ്റുള്ള ആൾക്ക് ഒരു അഭിപ്രായമുണ്ട്. ഞാൻ വിചാരിക്കണം 100% എന്റെ അഭിപ്രായമാണ് ശരി, മറ്റുള്ള അഭിപ്രായം ഒരു രീതിയിലും ശരിയല്ല എന്ന് എനിക്കറിയാം. എന്നാലും അയാളെ പറയുന്നത് കേട്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ ഐഡിയ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനേ ശ്രമിക്കുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, അവരെ കേൾക്കണം, അവരുടെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാൻ നോക്കണം, അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറയണെന്നുള്ളത്.
അപ്പൊ അങ്ങനെ പറഞ്ഞ് ഒരുപാട് കേട്ടിരിക്കുമ്പോഴാണ് അയാളെ പറ്റി ശരിക്കും മനസ്സിലാക്കാൻ കഴിയുക. മറ്റേത് നമ്മളെ മനസ്സിലുള്ള അങ്ങോട്ട് പറഞ്ഞെടുത്താല് അവർക്കൊന്നും ആവില്ല. അപ്പൊ ലിസണിങ് ആണ് ഏറ്റവും വലിയ സ്കിൽ. അപ്പൊ ഇതിന്റെ ഓതർ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് പറഞ്ഞ കാര്യം 7 ഹാബിറ്റ്സിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ഏതാന്ന് ചോദിച്ചപ്പോ ഈ ഒരു ഹാബിറ്റ് ആണ് പറഞ്ഞത്. ഇതിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് ആക്ഷൻ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാം. ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യല്ലേ? കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ആക്ഷൻ സ്റ്റെപ്പ് എന്താ വെച്ചാല് ഒരുപാട് എഴുതുന്ന ശീലം ഉണ്ടാക്കുക. ഓൾറെഡി ഇപ്പൊ ഉണ്ടല്ലോ അല്ലെ? അപ്പോ ഈ ടു ഡു ലിസ്റ്റ് നിങ്ങൾ ഓൾറെഡി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ഞാന് അതിന്റെ എംഫസൈസ് ചെയ്ത് പറയാൻ വിട്ടുപോയത്. അത് നല്ലൊരു സംഭവമാണ് ചെയ്തത്. ഈ ഓവർ തിങ്കിങ് മുഴുവൻ നോട്ട്ബുക്കിലാക്കിയാൽ നിങ്ങൾക്ക് സമാധാനം ഒരുപാട് കിട്ടും. അതൊരു പ്രൊഡ്യൂസിങ് ആണ്. അപ്പൊ അതിന്റെ നെക്സ്റ്റ് ലെവലാണ് എന്ത്? ടൈറ്റിൽ എഴുതുക, ഒരുപാട് ടൈറ്റിലുകൾ എഴുതുക, വിഷയങ്ങളുടെ ടോപ്പിക്കുകൾ ടൈറ്റിലുകൾ എഴുതുക. അതിന് ശേഷം എന്ത് ചെയ്യാ? ഈ ടൈറ്റിലുകളൊക്കെ എടുത്തിട്ട് അതിനെ 3 പോയിന്റ് ആക്കിയിട്ട് അതിനെ പറ്റി പറയാം യൂട്യൂബ് വീഡിയോ ആയിട്ട്. ഇനി പറയുമ്പോ ഇമ്പ്രൂവ്മെന്റ് പോയിന്റിൽ നിങ്ങൾക്ക് ജനലിന്റെ അടുത്ത് പോയിരുന്നു പറയാം. നാച്ചുറൽ ആയിട്ട് വരുന്ന ജനൽ ഉണ്ടല്ലോ, ബെറ്റർ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പൊ എന്റെ വീഡിയോ ശ്രദ്ധിച്ചാല് ഞാനൊരു ജനലിന്റെ സൈഡിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. അതെന്തിനാ വെച്ചാല് ലൈറ്റിങ് അത്രയും കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കോഴിന്റെ കാക്കന്റെ ശബ്ദം അവിടെ നിന്ന് ഇങ്ങനെ വരും. അത് നിങ്ങളുടെ വീഡിയോയിലുണ്ട്, എന്റെ വീഡിയോയിലുണ്ട്. അതെ അതെ. അതെന്താ വെച്ചാൽ ഇതന്നെ നമുക്ക് സ്റ്റുഡിയോ ഇല്ലാത്തതുകൊണ്ട്, ലൈറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മള് ഈ ജനൽ തുറന്നു. അപ്പൊ എന്തായാലും ഇവിടെ ഇഷ്ടംപോലെ കോഴികളാണ്, ഇഷ്ടംപോലെ കോഴികൾ. ഉമ്മ നോക്കണാണ്. വീട്ടിലുണ്ടല്ലേ? വീട്ടിലുണ്ട്. താറാവും കോഴിയൊക്കെ ഉണ്ട്. നിങ്ങളതിന്റെ ഇഷ്ടമുള്ള ഒരാളാണോ? എനിക്കിഷ്ടാണ്. പക്ഷെ ഉമ്മയാണ് ഏറ്റവും അടിപൊളിയായിട്ട് നോക്കണത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യം. ഓക്കെ, കണ്ടിന്യൂ. അപ്പോ ഈ നാച്ചുറൽ ലൈറ്റ് കിട്ടുന്നിടത്ത് ഇരുന്നാല്, അതായത് ജനലിന്റെ അടുത്ത്, ജനലിനെ ഫേസ് ചെയ്തിട്ടില്ല, ഈ സൈഡിലേക്ക് ജനലിന്റെ ലൈറ്റ് വരുന്ന രൂപത്തില്. അപ്പൊ നല്ലൊരു നമ്മളെ കാണാനൊരു ഭംഗിയൊക്കെ വരുന്നുണ്ട്. അതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ലൈറ്റിങ്ങിന് പിന്നെ എന്തെങ്കിലും ചെറിയ ടോർച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കത്തിച്ചു വെച്ചിട്ട് ലൈറ്റ് ബെറ്റർ ആവുന്നുണ്ടോ നോക്കാം. അത് അടുത്ത സ്റ്റേജ് ആണ്. അത് ഇപ്പൊ തന്നെ വേണ്ട. ഇപ്പൊ ജനലിന്റെ അടുത്ത് ഒന്ന് പോയി ഇരുന്ന് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് നോക്കി. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കാം. അതൊരു ഇമ്പ്രൂവ്മെന്റ് ആണ്. ഈ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. പിന്നെ വർക്ക് ലൈഫ് ബാലൻസ്, റിലേഷൻഷിപ്പിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. മക്കൾക്ക് ക്വാളിറ്റി ടൈം, ആഹാരത്തിന്റെ ശേഷം ക്വാളിറ്റി ടൈം ഫാമിലിക്ക് കൊടുക്കണം. അതായത് നമ്മളെ മറ്റേ കാര്യങ്ങളെല്ലാം ഷട്ട് ഡൗൺ ചെയ്ത പോലെയാണ്. കരിയർ ഷട്ട് ഡൗൺ ചെയ്തിട്ട് മൊത്തം ഫാമിലിയിലേക്ക് ഫോക്കസ് ചെയ്യണം നമുക്ക്. അത് നമുക്ക് ബാലൻസ് തരും. അതായത് വർക്കിനെ പറ്റി കുറെ ഒരു കാര്യത്തെ പറ്റിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടേ ഇരുന്നാല് നമുക്ക് ബാലൻസ് പോകും. അപ്പോ റെസ്റ്റ് ആ ചിന്തകൾക്ക് റെസ്റ്റ് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും? രാവിലെ മുതൽ ഒരു 6 മണി വരെ നമ്മൾ വർക്കിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിക്കും. കോൾ ചെയ്യുക, കോൾ എടുക്കുക, യൂട്യൂബ് ചെയ്യുക, വായിക്കുക,
കരിയറിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക, സ്ക്രിപ്റ്റ് എഴുതുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. പ്രൊഡ്യൂസിങ് മൈൻഡിൽ ഇങ്ങനെ പോവാം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ഫാമിലിനായിട്ട് ക്വാളിറ്റി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. സ്പെൻഡ് ചെയ്താല് ഫാമിലി കിട്ടേണ്ട അറ്റൻഷൻ ഫാമിലിക്ക് കിട്ടും, നമ്മുടെ കരിയറിന് കിട്ടേണ്ട അറ്റൻഷൻ കരിയറിന് കിട്ടും. അപ്പൊ കരിയറിൽ നല്ല എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്താ ചിന്തിക്കുന്നത്, മൊത്തം ടൈം കരിയർക്ക് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ രാത്രി വരെ വർക്ക് ചെയ്യാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ടൈം മാനേജ്മെന്റിൽ നമ്മൾ മോശമാവും. ടൈം മാനേജ്മെന്റും ബാലൻസും പോകും. ടൈം മാനേജ്മെന്റ് തീരെ പോകും. കാരണം ശനി ഞായർ ഇരുന്ന് വർക്ക് ചെയ്യാം, രാത്രി 9 മണി വരെ 10 മണി ഇരുന്ന് വർക്ക് ചെയ്യാം, രാവിലെ തുടങ്ങിയിട്ട് രാത്രി വരെ വർക്ക് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ടൈം മാനേജ് ചെയ്യുന്നില്ല. അപ്പൊ ടൈം മാനേജ്മെന്റ് ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത ടൈം കാണാം. ഇതിനും വർക്കിന് നിശ്ചിത ടൈം, ലൈഫിന് നിശ്ചിത ടൈം. ഈ വർക്കിംഗ് ടൈമിൽ മാക്സിമം എഫിഷ്യൻസി കൂട്ടിക്കൊണ്ടിരിക്കുക. ഈ വർക്കിന് കാണുന്ന ടൈമിലല്ല, 9 മണി മുതൽ 6 മണി വരെ വിചാരിച്ചോളി, അല്ലെങ്കിൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ. അപ്പൊ അതിൽ എഫിഷ്യൻസി കൂട്ടിക്കൊണ്ടിരിക്കുക. അല്ലാതെ മൊത്തം ടൈം സ്പെൻഡ് ചെയ്യാതെ ഒരു ടൈം കാണാം, അതിൽ എഫിഷ്യൻസി കൂട്ടുക, അതിൽ കണ്ടിന്യൂസ്ലി ഇമ്പ്രൂവ് ചെയ്യുക. ഫാമിലിന്റെ ആണെന്നുണ്ടെങ്കിൽ ആ ടൈം മുഴുവൻ ഫാമിലിക്ക് കൊടുക്കുക. എപ്പോഴും വൈഫാണ് എന്നുണ്ടെങ്കിൽ വൈഫിന്റെ കൂടെ ഉണ്ടാവുക, സംസാരിക്കാനൊക്കെ കൂടെ ഉണ്ടാവുക. അതായത് നമ്മൾ അറ്റൻഷൻ കൊടുക്കണം, അറ്റൻഷൻ കൊടുക്കുക, സംസാരിക്കുക, കൂടെ ഒരാളുണ്ട് എന്നുള്ള ഫീലിങ്, ഒറ്റയ്ക്കല്ല എന്നുള്ള തോന്നുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ല, വൈഫ് ഒറ്റയ്ക്കല്ല എന്ന് തോന്നുന്നു. എപ്പോഴും കൂടെ ഒരാളുണ്ട് എന്നുള്ള തോന്നലുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. പിന്നെ എപ്പോഴും കൂടെ ഉണ്ടാവും നോക്കുക. അത് നമുക്ക് മൈൻഡ് ഫ്രീ ആക്കും, നമുക്ക് സമാധാനം തരും, ഉറക്കമൊക്കെ അടിപൊളിയാവും. അപ്പൊ ഈ ഒരു സംഭവം എന്തായാലും ചെയ്യണം, അത് കണ്ടിന്യൂസ്ലി ഇമ്പ്രൂവ് ചെയ്തോണ്ടേയിരിക്കണം. അപ്പൊ ലൈഫിന്റെ കാര്യം ഞാൻ പറഞ്ഞു, വർക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു, വർക്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യം പറഞ്ഞു, ലൈഫിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യം പറഞ്ഞു. ഇതന്നെ അങ്ങനെ ഐട്രേറ്റ് ചെയ്താൽ മതി, ചെയ്തോണ്ടേ. നെക്സ്റ്റ് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്കിലെ നമ്മളെ സെഷൻ സൺഡേ ഞാൻ കോഴിക്കോടാണ്, വൈഫിന്റെ വീട്ടിലേക്ക് പോവാണ്, അവരെ കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ ഈ വീക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ വർക്ക് കംപ്ലീറ്റ് ഞാൻ ഷിഫ്റ്റ് ചെയ്യാണ് ഈ തിങ്കളാഴ്ച മുതൽ. അപ്പൊ നമ്മളത് പറഞ്ഞല്ലോ വർക്ക് മാറണമെന്ന്. അപ്പൊ ഇനിയിപ്പോ അവര് വന്ന ഈ റൂം ഫുള്ളാവും, എനിക്ക് ഇതുപോലെ ഇരിക്കാൻ പറ്റൂല. കാരണം വേറെ 2 മക്കള്, വൈഫ് ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ഇനി എന്റെ ജോബും കാര്യങ്ങളൊക്കെ മാറണം. അപ്പൊ ഞാൻ എന്റെ ട്യൂഷൻ ക്ലാസ്സിൽ ഒരു സ്പേസ്, ഒരു റൂം എടുത്തിട്ട് അതിലേക്ക് മാറുകയാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ. അപ്പൊ തിങ്കൾ മുതൽ ഞാൻ ആ വർക്ക് ലൈഫ് ബാലൻസിന് കാണാൻ പോവാണ്, ഇനി എങ്ങനെയാണ് അനുഭവിച്ചറിയാൻ പോവാണ്. അപ്പൊ അതിലേക്ക് മാറും. അപ്പൊ അതിന്റെ ഭാഗമായി ഞാൻ ശനിയാഴ്ച പുറപ്പെടും അവരുടെ അടുത്തേക്ക്. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് വെള്ളിയാഴ്ച സെറ്റ് ചെയ്താലോ, അല്ലെങ്കിൽ ഇതേപോലെ നമുക്കൊരു 5 to 6, ഒരു 5:45 to 6:45 പറ്റുമോ? വെള്ളിയാഴ്ച 9 to 10 ഇങ്ങനെ അത് ശരിയാവൂലല്ലേ? 9 to 10 പറ്റും. പറ്റും. എന്നാ 9 to 10 ആക്കാം. എന്നാ അവന് ഓഫീസിൽ ഓഫീസിൽ ചെയ്യാം. ഓക്കെ. യെസ്, അത് ആപ്റ്റ് ടൈമാ, 9 to 10. ഓക്കെ, അടുത്ത സെഷൻ വെള്ളിയാഴ്ച 9 to 10 ചെയ്യാം. ഇൻഷാ അല്ലാ. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. ജസാക്കല്ലാഹു ഖൈറൻ. മറ്റേ നിങ്ങളെന്നെ മെന്റർ ചെയ്ത് നോക്കി മറ്റേ ആളെ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉഷാറാവണം ട്ടാ. ഉഷാറല്ലേ? ഓക്കെ, സൂപ്പർ. എന്നായിക്കോട്ടെ, ടാറ്റാ.